പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ തന്നെ ഇത്രയും കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള താര ഷോ നടന്നിട്ടില്ല എന്നതിൽ നമുക്ക് പറവൂർക്കാർക്ക് അഭിമാനിക്കാം. നിങ്ങൾക്ക് നല്ലൊരു സന്ധ്യ ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ ഡയറക്ടറും മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകനുമായ ശ്രീ മെക്കാട്ടിനെ ഈ ഷോ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാന്യരെ കലാസ്നേഹികളെ, നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ഈ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി വേദിയിലേക്ക് കടന്നു വരികയാണ് മലയാള ഹാസ്യ ചാനൽ പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായി മലയാള സിനിമയിൽ തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ ഏറെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ. സ്വാഗതം ചെയ്യാം ടിനി ടോം. വേദികളിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളെയും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ? ആരാണ്? ഗിന്നസ് പക്രു. അതെ, ഉണ്ട പക്രു മാറി ഇപ്പൊ ഗിന്നസ് പക്രുവായി. മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ കടന്നു വന്ന് മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായി തമിഴ്നാടിൻ്റെ ഗവൺമെന്റിന്റെ പുരസ്കാരം ലഭിച്ച് ഇപ്പോൾ ബിഗ് ഫാദറായി നിങ്ങളുടെ മുന്നിൽ പുനരവതരിച്ചിരിക്കുന്ന അജയ് കുമാർ പക്രു. വെൽക്കം മിസ്റ്റർ പക്രു. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കയ്യടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ 2 കൈ കൂട്ടിയടിക്കുന്ന ശബ്ദം, അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും ഈ 2 കൈയടി, ഈ 2 കൈ കൂട്ടിയടിക്കുന്ന ശബ്ദമാണ് എന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എത്തിച്ചത്. അതിൽ നിങ്ങളോട് നേരിട്ട് 1000 നന്ദി പറയട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി നമുക്ക് എൻജോയ് ചെയ്യാം, സന്തോഷിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ബിഗ് ഫാദർ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ മമ്മൂട്ടിക്ക് ഭീഷണിയാന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ സാമ്യം ഉണ്ടെന്ന് പറയുന്നത്, മമ്മൂട്ടിയും പക്രുവും തമ്മിൽ? ചെറിയ സാമ്യമുള്ളൂ. എന്താ? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഞാൻ എൻ്റെ പൊക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അത്ഭുത ദ്വീപിൽ നിന്ന് തുടങ്ങാം. അതിൽ നിന്ന് തുടങ്ങിയതാണല്ലോ ഈ അത്ഭുതം സൃഷ്ടിക്കല്. ആ അനുഭവം ഒന്ന് പറയാവോ? അത്ഭുത ദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എടുത്തു പറയേണ്ട അനുഭവം കുതിരപ്പുറത്ത് പോയ ഒരു അനുഭവമാണ്. അതെന്താ അനുഭവം? അത് നല്ലൊരു അനുഭവമായിരുന്നു. അനുഭവം എനിക്കല്ലായിരുന്നു, കുതിരയ്ക്കായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായത് അതിന്റെ പുറത്ത് ഒരാളുണ്ടെന്ന്. ഓ, ശരി ശരി ശരി. കാരണം ഗേറ്റ് വെച്ചിട്ട് കെട്ടി വെച്ച് വിടുവായിരുന്നു. ആണല്ലേ? അപ്പൊ സാധാരണ ഈ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ നായകന്മാര് ഡൂപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡൂപ്പുകൾ എല്ലാവരും ഉപയോഗിക്കാറുന്നില്ലേ? എനിക്ക് ഡ്യൂപ്പിനെ കിട്ടത്തില്ല. അഥവാ കിട്ടിയാൽ തന്നെ 6 മാസം പ്രായമുള്ള കൊച്ചിനെ പിടിച്ചിരുത്തണം. അത് ശരിയാണ്. അതിലും ഭേദം ഞാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാ. ഓ ശരി. അപ്പൊ നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി നായികമാരുണ്ട് അല്ലെ? ആ നായികമാരില്ലാതെ അത്ഭുത ദ്വീപിൽ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവന്നു. അതിന് കാരണം എന്താ? മെലിഞ്ഞുകുട്ടി മോഡൽ. അതെ അതെ അതെ. ചെറിയൊരു കാരണമുള്ളൂ. കാരണം മറ്റൊന്നുമില്ല, ഞാൻ മലയാളത്തിലെ പല നായികമാരെ ആലോചിച്ചു. കാവ്യമാധവനായാലോ, എന്നിട്ട് എന്താ വേണ്ട? ലാസ്റ്റ് ഞാൻ അവസാനം നമ്മുടെ മമതയെ വരെ ആലോചിച്ചു. എന്നിട്ട് എന്താ പറ്റിയെന്താ? വേറെ സംഭവമൊന്നുമില്ല. റൊമാൻസ് സീനൊക്കെ വന്ന ഒന്ന് വട്ടം പിടിക്കണ വലിയ പാടായിരിക്കും, ബുദ്ധിമുട്ടാവും. നമ്മൾ ചുറ്റിനും നടന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തന്നെ ആണല്ലേ? അപ്പൊ എന്തായാലും ഈ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പ്രവേശിച്ച ഒരു കാരണം മിമിക്രി ആണല്ലോ. അപ്പൊ മിമിക്രിയിൽ 1-2 നമ്പറുകൾ. അല്ല, ഞാനിപ്പോ ഏത് സ്റ്റേജിൽ ചെന്നാലും എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അതില് ഇപ്പോ എന്താ വേണ്ടേ? ഏതാ ചെയ്യുന്നത്? അല്ല, കംപ്ലീറ്റ് കഴിവുകൾ ഏത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മൊത്തം കഴിവാണോ? അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ, പക്ഷെ പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണം, ഇനി അതും കൂടി പിഴിഞ്ഞെടുക്കണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ശരി ശരി ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്റേതായിട്ടുള്ള രീതി ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ഓർക്കസ്ട്ര ഇല്ലാണ്ട്? ഓർക്കസ്ട്ര ഇല്ല, സ്വന്തം തൊണ്ടുകൊണ്ട്. പിന്നെ വെല്ലോന്റെയും തൊണ്ടുകൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റും. അല്ല, സ്വന്തം തൊണ്ടോണ്ട് പറ്റുമെന്ന് ചോദിച്ചാണ്. അത് പറ്റും. ഈ ശരീരത്തിൽ. പ്രിയമുള്ളവരെ, അനൗൺസ്മെന്റ് നല്ല ഡെപ്ത് വേണം, ഇതുപോലെ അനൗൺസ് ചെയ്യാൻ പറ്റും. വെസ്റ്റേൺ മ്യൂസിക്. നീ കിട്ടുന്നില്ല, ശ്വാസം കിട്ടുമല്ല. വേണ്ട വേണ്ട, അത്ര തന്നെ മതി. ഇനി വേറെ എന്താ? ട്രെയിനിന്റെ ശബ്ദം. ട്രെയിൻ.
അതെന്താ അത്? ട്രെയിൻ കൂവിയതാ. ആ ശരി ശരി, വണ്ടി വിട്. അതെന്താ? വിസിലടിക്കാൻ പോകാൻ ഇല്ല, പറ്റത്തില്ലല്ലോ. പോകാൻ പറ്റില്ല. ശരി ശരി. അതെന്താ? ഗ്യാസ് പോയി. നിന്റെ എന്റെ ഇല്ലടാ ട്രെയിൻ. ആ വണ്ടി വിട്. ഓക്കെ ഓക്കെ. കാഫി കാഫി. എന്താ? ഇപ്പോഴാണ് എനിക്ക് നിന്റെ യഥാർത്ഥ പണി മനസ്സിലായത്. ട്രെയിനിൽ കാപ്പി കച്ചവടം അല്ലേ? അത് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞാണ് കാഫി. വെറുതെ മിമിക്രിയാന്ന് പറഞ്ഞ് ജീൻസ് വിട്ട് നിൽക്കുവല്ലേ? അല്ലല്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും? കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട്, കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം. ഓ ശരി ശരി. അത് ഇതാരും അനുകരിക്കരുത്, കൊച്ചുകുട്ടികൾ പ്രത്യേകം. ഇത് മിമിക്രിയാണ്. ഇങ്ങനെ മിമിക്രിയിൽ അനുകരിച്ചോ നേരിട്ട് അനുകരിക്കല്ലേ. ബലൂൺ പൊട്ടിച്ച് ഒരു ചെറിയ കുസൃതി. മതി മതി മതി, അണ്ണാക്കി പോവും. കുമള കണ്ട? ആ കണ്ട് കണ്ട് കണ്ട്. കൊള്ളാം കൊള്ളാം. അതും പൊട്ടിച്ചു. പൊട്ടി പണ്ടാറടങ്ങി. ഓ ശരി ശരി. വേറെ വല്ലതും പൊട്ടിക്കണുണ്ടോ? ഏറൊന്നുമില്ല, വെടിക്കെട്ടിന്റെ ശബ്ദമുണ്ട്. ആ വെടിക്കെട്ട്. അതും കൂടെ ആഘോഷമല്ലേ, അപ്പൊ പിന്നെ വെടിക്കെട്ടും ആയിക്കോട്ടെ. ഓ ഇത് ആരാ വിട്ടത്? ഞാൻ തന്നെയാ. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ഓ കൊള്ളാം, പച്ച. ഓ തരുതരാന്നൊക്കെ. അതെന്തോറ്റി? 4 ദിവസം കഴിഞ്ഞ് പൊട്ടും. ചന്ദ്രനിൽ പോയാ? എത്രണ്ണം പോയല്ലോ, ഒരെണ്ണം പോയ പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല. ശരി 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 ശരി. മാലപ്പടക്കത്തിന്റെ സൗണ്ട്. മാലപ്പടക്കം. ഇപ്പോൾ റിയാലിറ്റി ഷോയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. റേഡിയോ സ്റ്റേഷൻ നടത്തുന്നവർ ഇപ്പോൾ കലാകാരന്മാരെ കണ്ടുപിടിക്കുവാൻ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, തെരുവിലേക്ക്. ഇതാ അത്തരത്തിലുള്ള ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് വിനോദ് കെടാമംഗലവും സംഘവുമാണ്. ഇതാ വിനോദിനെയും സംഘത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിന് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്നിവിടെ നടക്കാം. ഹലോ ബാല, നീ എന്താ ഇവിടെ? പറഞ്ഞോ. ഹലോ, നീ അങ്ങോട്ട് ഇറങ്ങി നിൽക്കവിടെ. ശരിയാ നോക്കണ്ടേ, ആളുകൾ സംസാരിക്കണ്ടേ? നോക്കാൻ അവിടെ സൗണ്ടിന്റെ ആൾക്കാരെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇവിടെ റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ നടക്കാൻ പോവാണെന്ന്. നോട്ട പ്രഭാരട്ട തിക്കും തിരക്കുണ്ടാക്കണം. എന്തിനാ ഇത്ര നല്ലൊരു വേദിയിൽ ഇങ്ങനെ വെള്ളടിച്ച് പിറ്റായിട്ടാ വന്നിക്കുക? എടാ ബാല, അത് മാന്യന്മാര് വന്നിക്കണ ഒരു സ്റ്റേജ് അല്ലേ ഇത്? ഇവിടെ പരമാന്യൻ, ഇവിടെ മാന്യന്മാരുണ്ടോ? ഇപ്പം തന്നെ കണ്ട മാന്യനാ തോന്നില്ല എനിക്ക്? ആര്? ഞാനെന്താ മാന്യനല്ലേന്ന്? എന്താടാ മാന്യനെ? എന്താടാ എന്റെ മാന്യതയ്ക്ക് ഒരു കുറവ്? കുഴപ്പമില്ലാത്ത നിങ്ങൾ മാന്യൻ. അതെ, ഞാൻ മാന്യൻ തന്നെ. അതെന്ന് കഷ്ടം, നിങ്ങൾ മാന്യനെ. അതേന്ന് ഇതെന്താ തിക്കും തിരക്കും നാട്ടുകാർക്കൊക്കെ അറിയില്ലേ നിങ്ങൾ മാന്യനാന്ന്? എല്ലാവർക്കും അറിയാം, ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങൾ മാന്യനാന്ന്. അങ്ങനെ പറ. എല്ലാവർക്കും അറിയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള്? അറിയില്ലേ? അവിടെ രാത്രി 12 മണിക്ക് തലയിൽ തുറത്ത് കെട്ടി ബീഡി വലിച്ചു വരുന്നത് ആരാ? ആരാ? മാന്യൻ. എടാ അത് വല്ല മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ്ങിന് വേറെ പണിയൊന്നുമില്ലോ. രാത്രി 12 മണിയാകുമ്പോ തലയിൽ തോർത്തും കെട്ടി ബീഡി വലിച്ചു വരാൻ നിൽക്കല്ലേ മിന്നാമിനിങ്. എടാ ബാല, ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം. നിങ്ങൾ കേൾക്കണം, ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരം കാണും. അതോട്ട് നിങ്ങൾ പേടിക്കണ്ട. 10,000 നെല്ലിണ്ടിങ്ങേലി 3 വരില്ലേ? കിടക്കേണ്ട ജനങ്ങളുടെ മുമ്പിൽ എന്റെ മാന്യത തെളിയിക്കാൻ വന്നോനാ നീ. എടാ ആദ്യം അവനവൻ നന്നാവണം. നീ വലിയ മാന്യനാ. എന്റെ മാന്യതയ്ക്ക് കുഴപ്പം? എന്റെ മാന്യത ഇവർക്കൊക്കെ അറിയാലോ. നിങ്ങൾ കേൾക്കണം, ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ച ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ വെക്കണ ഒരു ചൈനക്കാരി പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കണ്ട, ഒരു ചൈനക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ എന്ന് എല്ലാവർക്കും അറിയില്ലത്. ചൈനയുടെ സാധനങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഉപേക്ഷിച്ചു. എന്താ കുഴപ്പം? ഒന്നാമത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ റേഡിയോ മാങ്ങ തുടങ്ങാൻ പോവാണ്, നീ അങ്ങോട്ട് മാറി നിൽക്കവിടെ. അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ. പ്രിയമുള്ളവരെ, റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ, ഇന്ന് പരിപാടിയിൽ ജഡ്ജായി എത്തിയിട്ടുള്ളത്
ഐഡിയ ബാർ സിംഗർ എന്ന പരിപാടിയിലൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത് സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഭരത് സാർ. നമസ്കാരം സാർ. ഒതുങ്ങി നിൽക്കവിടെ മനസ്സിലായി. മുണ്ടഴിച്ചിട്ട് ആൾക്കാർ കാണില്ലേ? എടാ മടിക്കുത്ത് അഴിച്ചിട്ട് ബഹുമാനിക്കാൻ. സാറേ തുടങ്ങാല്ലേ സാറേ? പ്രിയമുള്ളവരെ, റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട്. ഓരോരുത്തരെയായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിന്റെ പാട്ടായിക്കോട്ടെ, അത് പറയും. നമ്മുടെ പാട്ട് ഇട്ട് കൊടുക്കുക ആദ്യം അങ്ങോട്ട്. അങ്ങനെ തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല. ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ. റേഡിയോ മാങ്ങ പറഞ്ഞാൽ ഞാൻ ഈ പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള ആളെന്നല്ലേ. അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. പാടാൻ പറ്റില്ല പറഞ്ഞ സാറേ കുഴപ്പമുണ്ടോ? അവിടെ കുഴപ്പമില്ലെന്ന്. സാർക്ക് ബാലനെ അറിയാഞ്ഞിട്ടാണ്. ബാലൻ പാടിയ ശരിയാവില്ല. ബാലനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടെ? കുഴപ്പമുണ്ടോ? അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങയ്ക്ക് പ്രശ്നമില്ല, പിന്നെ മാങ്ങയുടെ അണ്ടിക്കുന്ന പ്രശ്നം. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കുന്നത്. എന്തായാലും സാറ് കൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത്. ബാലന്റെ ഗാനം ആലപിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ വലിയ ഇത് ജയേന്ദ്രൻ ഇതൊന്നല്ല, യേശുദാസ് എന്നല്ലെങ്കിലും നിങ്ങളുടെ പൊന്നാമനപുത്രൻ ബാലൻ ഒരളകാവും. ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല, വേറെ എവിടെ അല്ലോ. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കല്ലേ നിങ്ങൾ. സുഹൃത്തുക്കളെ, ഇതാ വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. റെഡുമാങ്ങയ്ക്കു അഭിമാനമാകും, റെഡുമാങ്ങയ്ക്കു അഭിമാനമാകും സിംഗറാം ബാല, നിനക്കഭിവാദ്യം. ബാലൻ ഒരു കാലൻ സ്മോൾ അടിവീരൻ, അറുബോറൻ അടിപിടി കൂടി തടി കേടായി മാറി ബോറൻ ബോറൻ ബോറൻ. ജാനോ 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 ജാനോ. വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. എല്ലാവരും കയ്യടിക്ക് പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ബാലൻ പാടിയിരിക്കുകയാണ്. നിങ്ങൾ തിക്കും തിരക്കുണ്ടാക്കാൻ. ഇനി നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം. സാറേ, ബാല, എന്താ സാറേ സംഗതി പോയല്ലോ ബാല. ഞാനറിയാതെ. ശ്രുതി എവിടെ? ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങടെ പോയിന്ന് കണ്ടില്ല. ടെമ്പോ വന്നില്ലല്ലോ ബാല. ടെമ്പോ ഇല്ലേക്ക് മീൻ കച്ചവടല്ലേ. ഞാൻ MIT വന്ന്. ശ്രദ്ധിക്കണം ബാല, ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ പോട്ടെ ബാല, ആരാ ബാല ഗുരു? ശ്രീനാരായണ ഗുരു അല്ലേ? അതല്ല ചോദിച്ചത്, പാട്ടിലാരാ ബാലന്റെ ഗുരു? പാട്ടില് നമ്മുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ ഗുരു. ആണോ? എന്താ ബാല അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പ ഭാഗവതര്. തങ്കപ്പ ഭാഗവതര്? ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ ബാല. സാറ് കേട്ടിട്ടില്ല എന്നല്ലോ ഉള്ളു, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് ശരി. ബാല ശ്രദ്ധിക്കണം ബാല. ബാലൻ പാടുമ്പോ ഈ ഷാർപ്പാണ് പാടുന്ന ബാലൻ. ഷാപ്പിലൊന്നും ഞാൻ ഇപ്പൊ പാടാറില്ല, പരിപാടി നിർത്തി. ഷാർപ്പല്ല ബാല, ഷാർപ്പ് ഷാർപ്പ്. അതായത് ബാലൻ ഹൈപ്പിച്ച് പാടുമ്പോ ബാലൻ ആ ടോപ്പ് ഒന്ന് പാടിയേ. വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ. നിർത്തിക്ക് ബാല, നിർത്തിക്ക്. നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോ പോയത് കണ്ടോ, കൈ പോയത് കണ്ടു, ശബ്ദം വന്നില്ല. തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല. അതന്നെ പാടുമ്പോ എല്ലാവർക്കും പ്രശ്നം, പറഞ്ഞു കൊടുക്കാൻ സുഖ. ബാലന് പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതില്? ആ സ്വരങ്ങൾ പാടി ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാ 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 പാപ്പനി പാപ്പന് പാനി പാപ്പന് പാനി. പാപ്പന് പനിയോ? പനിയല്ല, കുഷ്ഠം.
സാറ് പറയുന്നത് കേൾക്ക് സംഗീതമാണ്. പാപ്പിന് പനിയാന്ന് പറഞ്ഞാൽ ബാല, ഞാൻ സ്വരത്തിന്റെ സ്ഥാനം പറഞ്ഞ ബാല. പിന്നെ ബാലൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായി. കാരണം ബാലൻ തുടങ്ങിയത് കല്യാണിയിലാണ്. ഏയ് അത് സാറിന് തെറ്റി. നമ്മൾ തുടങ്ങിയത് OPR-ലാണ്. അത് സാറിന് കറക്റ്റായിട്ട് സംഭവം മനസ്സിലായിട്ടില്ല. അതല്ല ബാല, ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത്. അത് ശരിയാവും. അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തപുരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിലെത്തിയപ്പോ അത് ബാലൻ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ അതെല്ലാം കഴിഞ്ഞു. കേട്ട് നോക്ക്. അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ്, പറഞ്ഞോ ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? എന്തുട്ട് ബാലന് പറഞ്ഞത് മനസ്സിലായോ? ബാലന് കല്യാണി കഴിഞ്ഞു, ഋഷഭം കഴിഞ്ഞു, പന്തപുരാളി ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? ഞാനോ ഇട്ടിട്ടില്ല ബാല. സാറ് എന്താ ഉദ്ദേശിക്കുന്നത്? ബാലന് മനസ്സിലായില്ലല്ലേ? കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത്. ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ സാർ ഇതൊക്കെ സംഗതി നമ്മൾ കുടിക്കുന്നുള്ളല്ലാണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടാ. ബാല ഒന്ന് ആലോചിച്ച് നോക്ക് ബാല. ഇതെന്തിപ്പോ ആലോചിക്കും നമ്മള് നേരം നോക്കുമ്പോ പല്ല് വെച്ച് കുളിച്ച് ബാലന്റെ ഏത് ഷഡ്ജറ്റുണ്ടെന്നേ എന്ത് വർത്താനായി പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാ. ഇല്ല ബാല, ബാലൻ ഷഡ്ജറ്റ് എനിക്ക് ഉറപ്പ് പറയും. ഞാൻ ബാലൻ എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണ് ഇട്ടത്. അത് സംഭവം സാറ് പറഞ്ഞ ചിലപ്പോ ശരിയാവും. കാരണം ഈ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷഡ്ജത്തിന്റെ ഗുണം ഉണ്ടാവില്ല. അത് ഉറപ്പ്. അത് സാറ് പറഞ്ഞ ശരിയാ. ചിലപ്പോ അവള് എടുത്ത് തന്നത് തെറ്റിയതാവും. സാനിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം. ഇല്ല ബാല, ഞാൻ ഉറപ്പ് പറയുന്നു ബാലൻ ഷഡ്ജം ഇട്ട് പാടിയില്ല. സാറിന് വേണമെങ്കിൽ അതിന്റെ കളർ പറഞ്ഞുതരാൻ നീല. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യപ്പത്? ബാല, സംഗീതത്തിലെ ഷഡ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല ബാല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും. അത് നിങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ സ്വർണം വലിയൊക്കെ ആവാം. നമ്മള് വല്ല വച്ചാ നീല ചൊമ്പൊക്കെയാണ് സാറേ. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല, കാരണം ബാലൻ ഷഡ്ജം ഇട്ട് പാടിയിട്ടില്ല. കാരണം ബാലൻ ഷഡ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു. ശ്രദ്ധിക്കണം ബാല, ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ബാലിന് മനസ്സിലായല്ലോ. ശ്രമിച്ച നടക്കുമെന്നാണ് സാറ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി സാറിന്റെ മാർക്ക് അറിയാം. എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ഷഡ്ജമില്ലാതെയല്ലേ പാടിയത്. ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല, ഞാനൊരു 40 അങ്ങിട്ടിരിക്കുകയാണ്. എന്തായാലും സാറ് ബാലിന് 40 മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഒരു 40 മാർക്ക്. എന്നാ ഞാനും ഒരു 40 ഇട്ടു. അതെന്തിനാ ബാല? ഒരു 120 ഇല്ലാതെ നല്ല സാധനം കിട്ടില്ല ഇപ്പോ. ആണോ? എന്നാ പിന്നെ തെണ്ടിക്കോ ബാല. അപ്പോ നിങ്ങളെല്ലാവരും എൻ്റെ പാട്ട് കേട്ടല്ലോ. ഇവിടെ ഇപ്പോ ഇത് സംഭവം ഇട്ടിട്ടില്ല എന്നൊക്കെ നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട. ഈശ്വരനെ അറിയാം, നമ്മളെ തർക്കത്തിന് വന്നതല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു 40 ഇട്ടുണ്ട്. ഇവിടെയും ഒരു 40 ഇട്ട സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ വോട്ട് ചെയ്യണം. മൈ ഫോർമാറ്റ് W എന്ത് പണ്ടാറൊക്കെ നോക്കി ചെന്ന് അറിയില്ല നമുക്ക്. ഓക്കെ സാറേ. ഓക്കെ ബാല. സാധനം ഉണ്ട് ഇവിടെ കേട്ടോ. മാങ്ങയ്ക്കുണ്ട്, മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ. ഓക്കെ ബാല. സാറേ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ബാലൻ. സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത്. ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ അഭിമാനമാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി പെർഫോമൻസ് റൗണ്ടാണ്. ഈ റൗണ്ടിനായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ. മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മായ. മായ വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കലക്കാനായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. അതെ അതെ. നാട്ടുകാരുടെ മുമ്പിലും. അതെ അതെ. അപ്പൊ നർമാദിക്കാൻ കരുതി. മുടിയൊക്കെ കളർ ചെയ്ത് നന്നായിട്ടുണ്ട്. കളർ ചെയ്തേയില്ല, രാവിലെ ഇഷ്ടിക കളത്തിൽ പോയിട്ട് കുളിക്കാൻ സമയം കിട്ടിയില്ല അല്ലേ സാർ? മായ, സാർ മൊത്തത്തിലൊരു ആനച്ചന്തമുണ്ട്. മോളെന്ന് ഏത് പാട്ടാ ഇവിടെ പാടാൻ പോകുന്നത്? ഏ മേരാതിൽ. ആരാ മോളെ കൂടെ വന്നിരിക്കുന്നത്? രാജേഷ് അങ്കിൾ വന്നിട്ടുണ്ട്. രാജേഷ് അങ്കിൾ വന്നിട്ടുണ്ടോ? എന്നാ അങ്കിളെ കുട്ടിയുടെ ആ ട്രാക്ക് ഒന്ന് ഇട്ടേക്ക്.
അർമാനിച്ച് കളിച്ചോട്ടെ. വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം. വരെ സാർ. മായ, എന്നതാ മായത്? ദൈവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ. അസലായിരുന്നു മോളെ, കിടുക്കി കളഞ്ഞു കേട്ടോ. മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ, എന്നതാ മോളെ സംഗതി, അസലായിരുന്നു മോളെ. പിന്നെ മോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, മോൾ ഈ സായും പായൊക്കെ പാടുമ്പോൾ സ മുകളിൽ പാടണം, പ താഴെ വരണം, എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ. ഞാൻ കണ്ടായിരുന്നു മോളെ, അസലായിരുന്നു മോളെ, കിടുക്കി കളഞ്ഞു കേട്ടോ, അസൽ പെർഫോമൻസ്. പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല മോളെ. എങ്കിലും എനിക്കൊരു കാര്യം, മോള് പാടി വന്നപ്പോൾ അവിടെ ഇവിടെ എവിടെയോ ഒന്ന് പോയില്ലേ? ആ, എവിടെയാ പോയെന്ന് മോൾക്ക് മനസ്സിലായോ? എവിടെയാ മോളെ പോയത്? ആ, ശ്രദ്ധിക്കണം മോളെ. അങ്ങനെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല. സംഗീതം താഴെ വീണ് അവതാളാവില്ലേ? ശ്രദ്ധിക്കണം മോളെ. അടിപൊളിയായിരുന്നു. കീപ് ഇറ്റ്. കേട്ടല്ലോ മോളെ, ഇനി നമുക്ക് മാർക്ക് അറിയാം. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദസാഗരത്തിൽ ആറാടിച്ചതല്ലേ. ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ, ഞാനൊരു 100 മാർക്ക്. സന്തോഷായില്ലേ മോളെ? തെണ്ടിക്കോ. വളരെ അത്ഭുതമായിരിക്കും. 100-ൽ 100 മാർക്ക് കിട്ടുന്ന ആദ്യമായിട്ട് മായ്ക്കാൻ. എന്റെ പെർഫോമൻസ് എല്ലാവരും കണ്ടല്ലോ. സത്യത്തിൽ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഈ സ്റ്റേജിലേക്ക് ഇങ്ങനെ കർമാദിക്കാൻ കഴിഞ്ഞത്. ഇനി നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ മേലാക്കിയൊക്കെ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ നമ്മളിവിടെ എത്ര കളിച്ചിട്ടും യാതൊരു കാര്യമില്ല. കാരണം ഇവര് ഇതിന്റെ പ്രൈസും ഫ്ലാറ്റും ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ഒരു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് പോടാനെല്ലാം പറഞ്ഞാൽ നമ്മളെ വെറുതെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരിപാടി, റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട്. പാവപ്പെട്ട കുട്ടികളുടെ എന്റെ അവസ്ഥ തന്നെ കുടുംബം വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഫ്ലാറ്റും വേണ്ട, ക്ലൂറ്റും വേണ്ട, ഒരു വഴക്കേം വേണ്ട. എനിക്കൊരു ജീവിതം തരാൻ പറ്റുമോ? മോളെ, എനിക്ക് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാ. ഇവിടെ നല്ല ചുറുചുറുക്കുള്ള ആൺപിള്ളേരുണ്ട്, അവരോട് ചോദിക്കും മോളെ. എന്റെ അവസ്ഥ മനസ്സിലാക്കി. ഫ്ലാറ്റും പൈസ ഒന്നുമില്ലേക്ക് എന്റെ ആഗ്രഹം. എന്റെ
ജീവിതം വെറുതെ വെറുതെ കാട്ടത്തിട്ട് പട്ടം പോലെ പറന്നിറങ്ങിയാണ്. എനിക്കൊരു ജീവിതം തരാൻ മനസ്സുള്ളവർ ഇതേതായി പിശാച്. നീ എന്തിനങ്ങനെ കിടന്ന് അട്ടഹസിക്കണ? ഞാനില്ല നിനക്ക്. ബാല എന്താ സാറേ? എന്താ ബാല പരിപാടി? സാറേ നമുക്ക് എന്തായാലും ഫ്ലാറ്റും കിട്ടാൻ പോണില്ല, കാശും കിട്ടാൻ പോണില്ല. ഇതൊക്കെ ഉള്ളൊരു മെച്ചന്നേ. ആണോ? കൊണ്ടുപോയിക്കോ ബാല. താങ്ക് യു, താങ്ക് യു. കലാരംഗത്ത് മലയാളത്തിൽ നിന്ന് പോയി അന്യ സംസ്ഥാനങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച കലാകാരന്മാർ വിരളമാണ്. അതിൽ പ്രഥമ സ്ഥാനത്ത് നൽകുന്ന ഒരു കലാകാരനെയാണ് ഇനി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിൻ്റെ അംബാസഡറായി മാറി, മലയാളത്തിൻ്റെ മണിമുത്ത്, അതെ, മലയാളികളുടെ അന്യ സംസ്ഥാനങ്ങളിലെ നമ്മുടെ സ്വന്തം അംബാസഡർ കലാഭവൻ മണി. വെൽക്കം കലാഭവൻ മണി. നമസ്കാരം. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മ പറയാറുണ്ട്, മോൻ്റെ അച്ഛൻ മരിച്ചിട്ട് നിൻ്റെ അച്ഛനാണ് ആ കാണുന്ന നക്ഷത്രം എന്ന് പറയാറുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ തന്നെ നോക്കി നിൽക്കും, ദൈവമേ അതാണല്ലോ എൻ്റെ അച്ഛൻ എന്ന് ഞാൻ ചിന്തിക്കാറുമുണ്ട്. പക്ഷെ ഞാൻ വിണ്ണിലെ നക്ഷത്രങ്ങളെ കുറിച്ചല്ല പറയുന്നത്, മണ്ണിലെ നക്ഷത്രങ്ങളെ കുറിച്ചാണ്. ഒരുപക്ഷെ ഈ പരിപാടിയെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ പ്രദീപ് ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ നിൽപ്പുണ്ടാവും. എനിക്ക് പ്രദീപിന് നൽകാൻ ഒരു സമ്മാനം മാത്രമേ ഉള്ളൂ. പ്രദീപിനെ മനസ്സിൽ കുറിച്ചുകൊണ്ട് ഞാൻ ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി ആദ്യം ഒന്ന് പാടട്ടെ. ഏതോ ഒരു ലേഡീസ് ക്ലബ്ബിലെ ഒരു മാഷി ഹാർമോണിയത്തുമ്പോൾ കമ്മടിച്ച് കിടന്ന് പാടുന്ന ശബ്ദം റോട്ടിൽ കൂടെ കേട്ടിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ എന്നോ ചാലക്കുടി പുഴയിൽ പോയിട്ട് പാട്ട് പാടാനായിട്ട് തൊണ്ടയിൽ വെള്ളം ഇത്രയും ഒപ്പത്തിന് പാടി കഴിഞ്ഞാൽ നല്ല ശബ്ദമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പാടുമ്പോൾ അപ്പുറത്തെ കരയിലെ പെണ്ണുങ്ങൾ പറയും, ദേ കറുത്ത യേശുദാസ് പാട്ട് പാടാൻ തുടങ്ങിയെന്ന് പറയാറ്. നമ്മളെ കാണുമ്പോൾ ഒരു എരുമയുടെ ലുക്കാന്ന് അവർ പറയണേ. ശരിയായിരിക്കും, അങ്ങനെ എന്തൊക്കെയോ ഭായം കൊണ്ട് അങ്ങനെ സിനിമയിലും വന്നെന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ച് ഈ പിച്ചൊക്കെ നോക്കി പാടണ്ടേ. നാടൻ പാട്ടാണ്, പിച്ചൊന്നും വേണ്ട, കിട്ടിയ വഴിക്ക് അങ്ങോട്ട് പാടായിരുന്നു. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. ഞാനിത് എൻ്റെ മനസ്സ് നിറയാൻ വേണ്ടി പാടിയതാണ്, പ്രദീപിന് വേണ്ടി പാടിയതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാടൻ പാട്ടിലേക്ക് കിടക്കാം. ചാലക്കുടി ചന്ത മതിയോ? ആയിക്കോട്ടെ. അപ്പൊ ആദ്യം നമുക്ക് അതങ്ങോട്ട് തുടങ്ങാം അല്ലേ? ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാടേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാടേ. വെള്ളത്തിലായി നേരം പോയി മീനും ചീന് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി.
ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. നമ്മളാണോ ഇതിന്റെ പ്രൊഡ്യൂസർ? സ്വന്തം ഓണറാണോ? ചേട്ടാ നല്ലതാ, അടുത്ത പ്രാവശ്യം വരുമ്പോ ഇങ്ങനത്തെ 4 ഉണ്ടാവട്ടെ. എന്റെ കൂട്ടുകാരന്മാരൊക്കെ ബാക്കിലിരിക്കുന്ന ഒന്ന് തുള്ളിച്ചാട്. പെണ്ണ് ചെയ്തിരിക്കുന്ന കണ്ണന്റെ കച്ചവടം പോയല്ല കാശും പോയി. പെണ്ണ് ചെയ്തിരിക്കുന്ന കണ്ണന്റെ കച്ചവടം പോയല്ല കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ വീണാലേ. പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പകലും എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതോ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും. കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതോ. കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും. കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. പകലും മുഴുവൻ പണിയെടുത്ത് ഇന്നക്കും പകലും മുഴുവൻ പണിയെടുത്ത് ഇന്നക്കും പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല പകലും മുഴുവൻ പണിയെടുത്ത് 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 കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. 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 താങ്ക് യു. ഇതുവരെ നല്ല പാട്ടുകളും സ്കിറ്റുകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മിമിക്രി കാണാം. മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിക്കാറുള്ളത് സിനിമാ താരങ്ങളെയാണ്. ആ താരങ്ങളുടെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത്. അതിലൊരുപാട് സംഭവങ്ങൾ, വ്യത്യസ്തമായ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ സഹകരണം പ്രോത്സാഹനം കൊണ്ട് വിജയിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്രാവശ്യവും ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ ഒരെണ്ണമാണ്. ഇപ്പോൾ മോർഫിംഗ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിലെ താരങ്ങളുടെ ശബ്ദങ്ങളിൽ നിന്നും ചില രാഷ്ട്രീയക്കാരിലേക്കുള്ള രസകരമായ ഒരു മോർഫിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പല താരങ്ങളുടെയും ശബ്ദം ഒന്ന് മാറ്റിമറിച്ചെടുത്താൽ ചില രാഷ്ട്രീയക്കാരിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ആദ്യം മലയാള സിനിമയിലെ നാടകാചാര്യനായ അനശ്വരനായ ശ്രീ NN പിള്ള സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കാദ്യം പിള്ള സാറിനെ ശബ്ദം ഒന്ന് കേൾക്കാം. നീയല്ലേടാ പറഞ്ഞത്? നീയല്ലേ പറഞ്ഞത്? മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ വിലസുമ്പോഴും കാര്യരൂപിൻ്റെ കരുത്തുമായി നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ച കരുത്തുള്ളൊരു നടനായിരുന്നു നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞു പോയ ശ്രീ മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ ശബ്ദത്തിൽ മുടിഞ്ഞു കിടപ്പുണ്ട്
കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ്. നമുക്ക് മുരളിച്ചേട്ടൻ ശബ്ദം ഒന്ന് കേൾക്കാം. മിസ്റ്റർ വിശ്വനാഥൻ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ വിറയാർന്ന കൈകളിലേക്ക് ഒരായുധമെടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതോ പ്രാണന്റെ നേരെയും ചൂണ്ടിപ്പിടിക്കാനും ഒടിനാടര പോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരനാ. നിനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ 1000 തവണ മരണത്തിൽ നിന്നും നീന്തി കരകയറി മനസ്സും ശരീരവും നിന്റെ മുന്നിൽ തോറ്റു കാണണമെങ്കിൽ അതിനൊരു 100 ജന്മം കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. മനസ്സിലായോടാ? മലയാള സിനിമയിൽ നമുക്ക് 2 അശോകന്മാരുണ്ട്. ഒന്ന് ഹരിശ്രീയെക്കുറിച്ച് അശോകനുമുണ്ട്, പിന്നെ അടൂർ ഗോപാൽ സാർ സിനിമകളിലൊക്കെ ശ്രദ്ധേയമായ വേഷം ചെയ്ത മറ്റൊരു അശോകനുമുണ്ട്. ആ അശോകൻ ശബ്ദത്തിന് മുടിഞ്ഞു കിടപ്പുണ്ട് കേരള രാഷ്ട്രത്തിലെ മറ്റൊരു കരുത്തനായ നേതാവ്. രാധ ഓർക്കുന്നുണ്ടാവും, നമ്മൾ തമ്മിലുള്ള വാർച്ച ഉണ്ടാകും. രാധ ജയിച്ച ഗുരുവായൂരമ്പലത്തെ സ്ഥാനപ്രദർശനവും ഒരു പുഷ്പാഞ്ജലിയും. എന്താ വാക്ക് ഞാൻ പറഞ്ഞു? ഒരു ചുമട്ടോ തരാൻ പറ്റില്ലേ? ഗവൺമെന്റ് എന്ന് പറയുന്നത്, അതായത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിൽ 6 വർഷത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. ഗവൺമെന്റ് മാറിയെങ്കിൽ മാത്രമേ ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കൂ എന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. നമ്മൾ ടി വിയിൽ ഒരുപാട് പരിപാടികൾ കാണാറുണ്ട്, പ്രത്യേകിച്ചും ഫോണിൻ പരിപാടികൾ. ഇത്തിരിയില്ലാത്ത കൊച്ചുകുട്ടികൾ ഇത്തിരിയില്ലാത്ത ഡ്രസ്സുമിട്ട് വായിൽ വള്ളി വർത്തമാനങ്ങൾ പറയുന്ന ഒരുപാട് ഫോൺ പരിപാടികൾ. പലപ്പോഴും ആ കൊച്ചുകുട്ടികളുടെ കൊച്ചു വസ്ത്രധാരണം കാണുമ്പോൾ അത് കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ പോലും വിസ്മരിച്ചു പോകുമെന്നുള്ളതാണ്. അത്രയ്ക്ക് മോശമാണ് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണം. മലയാള സിനിമയിൽ ചില താരങ്ങളും ഇതേപോലുള്ള ഫോൺ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ നടൻ ജനാർജേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു ഫോണിൻ പരിപാടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. നമസ്കാരം. ഷക്കീല മസാല യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് കോളുകൾ നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കോള് ആരുടെയാണെന്ന് നോക്കാം. ഹലോ, ഷക്കീല മസാല യുവർ ചോയ്സ്, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ രാധയാണ്. ഓ രാധ. രാധേ, രാധ എവിടുന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് സാർ. ആകെ പിഴയാണെന്നോ? അയ്യോ, ആകെ പിഴയാണെന്നല്ല, ആലപ്പുഴയിൽ നിന്നാണ് സാർ വിളിക്കുന്നത്. ഓ, ആലപ്പുഴയെന്ന് രാധ. രാധേ, രാധയുടെ ശബ്ദം കേൾക്കാൻ നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ. താങ്ക് യു സാർ. എന്താ രാധേ? എന്റെ സാറേ. രാധേ, രാധ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നു സാർ. ഓ, സെക്രട്ടേറിയറ്റില്. രാധ കല്യാണം കഴിച്ചതാണോ? ആ, കല്യാണം കഴിച്ചു പോയി സാർ. കല്യാണം കഴിച്ചു പോയോ? എന്നാലും സാരമില്ല. രാധേ, രാധയ്ക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികളുണ്ട് സാർ. ഓ, 2 കുട്ടികള്. എന്താ രാധേ? എന്റെ സാറേ. രാധേ, രാധയുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? എന്താ? രാധയുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? ഭർത്താവോ? ആ, ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? എടോ, ഞാൻ തന്നെയാണോ ഭർത്താവ്? അപ്പൊ രാധ എന്ന് പറഞ്ഞതോ? അതെ, രാധ, രാധാകൃഷ്ണൻ, അതാ എൻ്റെ മുഴുവൻ പേര്. എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. ഞാൻ പെണ്ണൊന്നും അല്ലേ കേട്ടോ, ഞാൻ ഒത്ത ആണാ. എടാ രാധാകൃഷ്ണ, തെണ്ടി, നിനക്ക് ഏത് പാട്ടാടാ ഉണ്ടാക്കേണ്ടത്? ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് സാർ.
ഓ പാട്ട് വെച്ച് തരികയല്ല, നിന്നെയൊക്കെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടുക വേണ്ടത്. വെച്ചിട്ട് പോടാ തൊട്ടി. ഇതേപോലുള്ള ഫോൺ പരിപാടികൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഫോൺ പരിപാടികൾ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫാഷൻ ഷോയുടെ ഒരു അവസ്ഥ. ഫാഷൻ ഷോ നിങ്ങളൊക്കെ കാണുന്നതാണ്. ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ഭാര്യമാർ കാണാതെ ഒളിച്ചിരുന്ന് കാണുന്നൊരു സംഭവമാണ് ഫാഷൻ ഷോ. പെൺകുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, സ്ത്രീകൾക്ക്. പക്ഷേ ഭർത്താക്കന്മാർ വഴിതെറ്റി പോകുമെന്ന് പേടിച്ചിട്ട് അവരുടെ മുമ്പിൽ അവർ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒളിഞ്ഞിരുന്നാൽ കാണും. പക്ഷേ കുട്ടികളെ മാത്രം നമുക്കിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം കുഞ്ഞുങ്ങൾ അവർ എന്തൊക്കെ പറഞ്ഞാലും അവരെ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് വന്ന് അടുത്തിരുന്നു. മൂപ്പർക്ക് ഇത് കാണുകയും വേണം, കുഞ്ഞിനെ ഒഴിവാക്കുകയും ചെയ്യണം. ഉടനെ മൂപ്പർ പറഞ്ഞു, ഡാ എന്നിട്ട് പോടാ. ഉടനെ കുഞ്ഞു, അച്ഛാ ഇതെന്നാ അച്ഛാ ഇവരൊക്കെ ഇത്തിരി ഇല്ലാത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നേ? മോനെ, സാമ്പത്തിക മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യോ? എടാ അതെ, ഇവരൊക്കെ അമേരിക്കക്കാരല്ലേ, ഭയങ്കര പൈസക്കാരായിരുന്നു. അപ്പോൾ പൈസ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നതാണ്. ഇപ്പോൾ പൈസ കുറഞ്ഞപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇടാൻ പൈസ ഇല്ല, പാവങ്ങളായിപ്പോയി. അതാ മുമ്പൊക്കെ കുറച്ചു നേരം കൂടി ഇരിക്കാം, ഇതിലും പാവപ്പെട്ടവർ ഇനിയും വന്നാലോ. ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും ഉണ്ട് ഫാഷൻ ഷോ. ആണുങ്ങളുടെ വരവും ഇപ്പം പോക്കൊക്കെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ല. അതെന്തോ നമ്മൾ ദേഷ്യമുള്ള പോലെയാണ്. 6 പാക്ക് എന്നൊരു സംഭവം ഇപ്പോൾ അടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് നമ്മൾ വന്ന് നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും. ആണുങ്ങളുടെ ഫാഷൻ ഷോയിൽ അവരുടെ സ്റ്റൈലുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് പോകും. പക്ഷേ ഈ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ നിൽക്കാനും നോക്കാനൊക്കെ പഠിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ശരിക്കും. അവരൊരു സ്ഥലം വന്ന് കാണും, എന്നിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം നോക്കി വെക്കും. കുറേ മരങ്ങളും ഒക്കെ കുറേ നോക്കി വെക്കും. നമുക്കിനി നോക്കാം ഇവരെന്തൊക്കെയാണ് നോക്കി വെക്കുന്നുള്ളത്. രണ്ട് തെങ്ങ്, 2 പ്ലാവ്, 2 ആഞ്ഞിലി, 2 കോഴി, 3 പട്ടി. കൊള്ളാം, ഈ സ്ഥലം ഓർഡർ ചെയ്ത. ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇനി പെണ്ണുങ്ങളാണെങ്കിലോ അവരുടെയാണ് കാണുന്നത്. അവരുടെ ക്യാറ്റ് വാക്ക് എന്ന് പറയും ആ സ്റ്റൈലിന്. നമുക്കിനി പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ ഒന്ന് കാണാം. ഇനി ഇവരൊക്കെ മനസ്സിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണുന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതാണ് അവർ മനസ്സുദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഫാസ്റ്റ് ഷോ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണാം. ഇതെങ്ങനെയുണ്ട്? ഇതോ? ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഇല്ലെങ്കിൽ ഇതെങ്കിലും കാണോ പ്ലീസ്. ഇനിയെങ്കിലും കാണാൻ മനസ്സിലായിക്കോളൂ, എന്തെങ്കിലുമൊക്കെ അവർ കാണുന്നുണ്ട്. സിനിമ നമുക്ക് കാണാൻ ഇഷ്ടമാണ്. അത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലൊക്കെ സിനിമയുടെ ഒത്തിരി ഇഷ്ടമുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഇംഗ്ലീഷ് സിനിമകൾ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ തമിഴിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യാറുണ്ട്. മിക്കപ്പോഴും നമ്മുടെ തമിഴ് ചാനലാണ് ഇത് കാണാറുള്ളത്. സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമുക്ക് തമിഴിലേക്ക് ഒന്ന് മൊഴിമാറ്റം ചെയ്ത് കാണാം. சின்ன திரைகளில் வர்ண கோலங்கள் படைக்கும் உங்கள் ராஸ் டிவியில் இன்று இரவு 8:30 ஹாலிவுட் சூப்பர் ஹிட் திரைப்படம் ஜுராசிக் பூங்காவனம் காண தவறாதீங்கள். Steven Spielberg, Jurassic Park.
முனியாண்டி இந்த இரவுக்கு நீ எங்க போனடா? இல்லடா, நானும் என் அப்பா ஃப்ரெண்ட்ஸ் எல்லாம் சேர்ந்து காடு சுத்தி பார்க்க போறடா. நீ வரலையா? இல்லடா, நான் நிறைய பிஸிடா, ஒரே வேலை இருக்கப்பா. ஓகேடா, அப்ப சாயங்காலம் காணாம பாருங்க. ஓகேடா. அப்பா, என்ன குளிரு, என்ன குளிரு. தெரியலம்மா, ஏதோ பள்ளி மாறி இருக்கா. அப்படியா? நான் பயந்துட்டாடா. நாடி வாதில முட்டாதா? தெரியலம்மா. வாதில தரப்பா. சரிம்மா. அம்மா, காப்பாத்துங்க, பெரிய ஓந்து வந்துட்டாங்க. அம்மா, காப்பாத்துங்க, பெரிய ஓந்து வந்துட்டாங்க. താങ്ക് യു, താങ്ക് യു. ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയിലെ വാചാലനായ നായകനായി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കുതിച്ചു വരുന്ന നായക വേഷങ്ങളിലൂടെ നമുക്ക് സുപരിചിതനായ മലയാള സിനിമയുടെ പുതിയ നായകൻ ശ്രീ ജയസൂര്യ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ സന്തോഷവും ദുഃഖവും ഉണ്ട്. പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ നാട്ടുകാരുടെ നല്ലൊരു കയ്യടി തന്നെയാണ്. ഇനിയുള്ള പ്രോഗ്രാമിനും നല്ല കയ്യടി വേണം. മലയാള സിനിമയിൽ ഇന്ന് നായകനേക്കാൾ ഒരു പക്ഷേ കയ്യടി മേടിക്കുന്നത് കോമഡി താരങ്ങളാണ്. സലിമേട്ടനും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡായ നായകനായ കൊമേഡിയനായ ക്യാരക്ടർ ആക്ടറായ ചിലപ്പോൾ നാളെ വില്ലനായേക്കാവുന്ന സുരാജ് വെഞ്ഞാറമൂടിനെ അഭിമാന പുരസ്സരം ഞാൻ ക്ഷണിക്കുന്നു ഈ വേദിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ള അവൻ്റെ മുടമാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. അണ്ണാ സുഖങ്ങളൊക്കെ തന്നെയല്ലേ? ചായകളൊക്കെ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണം. നമ്മളെ ഒരു അങ്കിൾ ഇവിടെ ഇരുന്ന് പറയണം ഇങ്ങനെയൊക്കെ കാണിച്ച്. എനിക്ക് സന്തോഷം. എന്തായാലും ഈ ഒരു വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ടതും കേട്ടതുമായ ചില നമ്പറിലേക്ക് കിടക്കുകയാണ്. കാരണം ഇത് കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കാത്തത് ഇനിയും ഒരുപാട് പേര് ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എനിക്കിനി തിരുവനന്തപുരത്ത് പോകാനുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ അണ്ണാ ഞാനും കൂടെ വരട്ടെ അണ്ണാ, അടുത്ത് എന്നെ ഒന്ന് വിളിയണ്ണ എന്ന് കാല് പിടിച്ചപ്പോൾ ഓക്കെ എന്നാ നീ കയറടേ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും മുടയിലൊന്നുമല്ല, വളരെ നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്തു. എന്തായാലും ഇവിടെ എത്തി, സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ കണ്ടത ചില നമ്പറുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. അതായത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ്. ഈ സിനിമാ താരങ്ങളെ എങ്ങനെ പഠിക്കാം, അതിപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ പല പ്രോഗ്രാമിലും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള അവതരിപ്പിക്കാനായിട്ടുള്ള സുഹൃത്തുക്കൾ ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുകയാണ്. നമ്മുടെ മലയാള ചലച്ചിത്രവേദിയിലെ ചില താരങ്ങളെ
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ അനുകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിനെ ഏത് താരങ്ങൾ വേണോ നമുക്ക് ഈസി ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്കും നാളെ മിമിക്രി ആർട്ടിസ്റ്റുകളാകാം, നേരെ സിനിമയിലേക്ക് വരാം. പിന്നെ വില്ലനായും നായകനായും പിന്നെ എന്ന് വേണ്ട ക്യാരക്ടർ റോളുകളിൽ എല്ലാവർക്കും വരാം. ദയവ് ചെയ്ത് കൊമേഡിയനായിട്ട് ഈ അടുത്ത കാലത്ത് ഇനി മലയാള സിനിമയിലോട്ട് ആരും വരരുത്. വലിയ ദിവസമൊന്നും വേണ്ട, ഒരു 10-15 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ചത്തതിന് ശേഷം വന്നാൽ മതി. ഇങ്ങനെയൊക്കെ പറയാം, അതൊക്കെ വെറുതെയാണ്. പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴേ കൂടുതൽ ഇൻഡസ്ട്രി കൂടുതൽ വികസിക്കും. അത് വേണം, ഒരു മത്സര ബുദ്ധി വേണം. അപ്പോൾ നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നരേന്ദ്രപ്രസാദ് സാറിൻ്റെ കൈകളുടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട, 2 നാരങ്ങ എടുത്ത് കയ്യിൽ പിടിക്കുക, ഒന്ന് എറിഞ്ഞ് പിടിക്കാനായിട്ട് ശ്രമിക്കുക. ദാ കണ്ട, ഇങ്ങനെ എറിഞ്ഞ് പിടിക്കുമ്പോൾ കറക്റ്റ് കൈകളുടെ ആക്ഷൻ കിട്ടും. പിന്നെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ, അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട, മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ അസലായിട്ട് കൊഞ്ഞനം കുത്തിയാൽ മാത്രം മതി. എന്നിട്ട് ഈ ജന്നിയുടെ തുടക്കം വെട്ടുവലി അതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയി, നരേന്ദ്രപ്രസാദായി മാറും. ദാ ഇനി പാറപ്പുറത്ത് ചുരുട്ടേറ്റ് പിടിക്കുന്ന സൗണ്ടാണ്. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും ആയുസ്സിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. താങ്ക് യു. ഇനി നമ്മുടെ ഭാവാഭിനയ ചക്രവർത്തി ശ്രീ മധുസാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ്. കാരണം ഈ പുള്ളിയുടെ ആ രൂപമെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുഖം, പ്രത്യേകിച്ച് ഫേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾ പാണ്ഡ്യ ലോറിക്കൊക്കെ വന്ന് മുഖത്ത് തള്ളിയിട്ട് പോകും. ആ മൈന്യൂട്ടായിട്ടുള്ള ഭാവം പോലും നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതുണ്ടായതെന്ന്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. വേറൊന്നുമല്ല, പുള്ളിയുടെ ആ ഭാവം മുഖത്ത് വരാൻ വേണ്ടിയിട്ട്, മുഖത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കൈകളുടെ സംഭവം റെഡി ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. നമ്മൾ സൈക്കിൾ വിട്ടാൽ അറിയാമല്ലോ, കൈ കൊണ്ട് സൈക്കിൾ വിട്ടുക. ദാ ബ്രേക്ക്, തിരിച്ച് കറക്കുക, റിവേഴ്സ്. ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട, അത് എടുത്ത് എറിഞ്ഞ് നടക്കുക. ഇങ്ങനെ വന്നിട്ട് മുഖത്ത് ഭാവാഭിനയം പൊട്ടി വിരിയാൻ വേറെ ഒന്നും വേണ്ട, കോഴിത്തുവലോ കാക്കത്തുവലോ ഇല്ലെങ്കിൽ വല്ല ഇറുകിലോ എടുത്ത് മൂക്കിലേക്ക് ഇടുക. അപ്പം തുമ്മാനുള്ള ടെൻഡൻസി വരും. തുമ്മരുത്, തുമ്മിയാൽ വേറെ താരമാവും. തുമ്മാതെ ആ തുമ്മൽ പിടിച്ചു വയ്ക്കുമ്പോൾ മധുസാറിൻ്റെ ഭാവാഭിനയം കറക്റ്റ് മുഖത്ത് വരും. ഇതാ നോക്കിയോ, തുമ്മിയാ പോയി, തുമ്മരുത്, വീണ്ടും കുത്തുക. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ഇടയ്ക്കിടയ്ക്ക് കുത്തണം. നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവളെ വേണ്ടാതായി. ഇല്ലടാ പട്ടി, പൊക്കോന്റെ മുമ്പിൽ നിന്ന് പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാവാവിനെയും ഭാര്യ ബദറും. അത് നമുക്കുള്ളതല്ല, നാട്ടുകാർക്കുള്ളതാണ്. അത് ഞാൻ മധുസാറിനോട് ചോദിച്ചു, സാർ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് സാർ കുറച്ചും കൂടെ ഇട്ടിട്ട് പോകുന്നത്? അതിടാൻ വേണ്ടി വേറൊന്നുമില്ല, നീ എന്നെ കളിയാക്കുന്ന മാതിരി എന്നെ ചെയ്താൽ മതി. അതെ, പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മൂക്കിലേക്ക് ഇടുക. പോകാൻ. തുമ്മിയാ പോയി, തുമ്മരുത്. ഇനി ഇതുപോലെ തന്നെ വേറെ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പട്ടച്ചാര എടുക്കുക, അല്പം സ്മെല്ല് ചെയ്യുക. അപ്പോൾ പുള്ളിയുടെ ഫിഗർ ഏകദേശം റെഡിയാവും. ഇനി ഇത് ഉള്ളിലേക്ക് അല്പം സേവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബോഡി ലാംഗ്വേജ് ഫുൾ ക്ലിയർ ആവും. കേരളത്തിൻ്റെ വരുന്ന 1.5 വർഷവും
കേരള ടീമിൻ്റെ ധോണി ഈ ഞാൻ തന്നെയാ. പിന്നെ പിണങ്ങാറായിക്കിപ്പോൾ സേവാങ്കിൻ്റെ അവസ്ഥയാ. ടീമിലുണ്ടോ? ഉണ്ട്. കളിക്കുന്നുണ്ടോ? ഇല്ല. മുട കണ്ടാൽ ഇടപെടുമണ്ണ. ഇത്രയേ ഉള്ളൂ. എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് എറിയണമെന്ന് ആർക്കും അറിയാമല്ലോ. ഇങ്ങനെ അങ്ങ് പോകും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ എല്ലാം ആരാധ്യപുരുഷൻ ശ്രീ മമ്മൂക്കയെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഒരു ഷൂ ഇട്ടാൽ മതി, അറിയാമല്ലോ. കാര്യം ഇല്ലെങ്കിൽ നടത്ത ക്ലിയർ ആവില്ല. ഞാനിത് പുള്ളിയുടെ മുമ്പേക്ക് ഇമിറ്റേറ്റ് ചെയ്തോ പുള്ളി അസലായിട്ട് കൈയടിച്ച് ചിരിച്ചതാണ്. പിന്നീട് എന്നെ പ്രാവും, അതെനിക്ക് വിഷയമല്ല. പക്ഷെ അപ്പം ചിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അതറിഞ്ഞാൽ മതി. അപ്പം ചിരിച്ചങ്ങ് കളയുക. അപ്പോൾ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷൂ ഇടുക, ആ നടത്ത ക്ലിയർ ആവും. ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ കുത്ത്, അതായത് ഇവിടെ 2 ഇഷ്ടിക വച്ചേക്കും, നടുക്ക് ചാന്ത് വിട്ടേക്കും. കറണ്ട് കാണൂല, കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം. രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം. സെൻറ്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കൈയും കൊണ്ട് നിറയ്ക്കണം. കാരണം മൈക്കാടല്ല, അടങ്കലാണ്. പെട്ടെന്ന് തീർത്തിട്ട് പോകണം. പിന്നെ മമ്മൂക്കാടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ്. മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പുച്ഛിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ഡയലോഗ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പെൺമൺ കൊടുത്തവൻ ചന്തു. മാറ്റം തിരികെ ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞു ചന്തു. ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണം, ആ രീതിയിലായിരിക്കണം. കട്ടം ബീഡിയും വലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഡയലോഗാണ്. ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടുത്തം കിട്ടില്ല. ഞാൻ ഒരിക്കൽ മമ്മൂക്കയോട് ചോദിച്ചാണ്, നമുക്ക് ഇംഗ്ലീഷ് പറയണത് ഈ സ്റ്റീൽ പാത്രം എന്ന് തറയും വീണ മാതിരിയാണ്. വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ മറ്റേ ഷിയാൻ ഷൂ എന്ന് പറയുന്ന പോക്കാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ ഇംഗ്ലീഷ് വേണോ? സ്റ്റീൽ പാത്രം എടുത്ത് തറയിലിട്ട് ഇടുക. ആർക്കും പിടികിട്ടിയില്ല. ഞാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ പിടികിട്ടും. നമുക്ക് എവറിത്തിങ് ട്രൈങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടികിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വച്ചിരിക്കണേ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ലാലേട്ടന് ഇമിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഇടത്തേത്തുള്ള 90 ഡിഗ്രി ചരിയുക. അത് വെറുതെ അങ്ങ് ചരിച്ചിടണം. പിന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. ഒരു ബോളോ തറയിലേക്ക് വയ്ക്കുക. ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ പാണ്ടികളി, എന്തെങ്കിലും കളി അറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ തറയിൽ വയ്ക്കുക, കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആയിട്ട് മാറും. എടോ വീരപ്പൻ എന്ന് പേരുള്ള തേടേറ്റ് ചേട്ടെ, താൻ ആരാടോ നാട്ടുരാജാവ്? തൻ്റെ കളരിയും തരികയുടെ നമ്പരും എല്ലാം ചിലവാകും. അങ്ങ് കാട്ടിലെ ഇത് സ്ഥലം വേറെയാ. ഒരുപാട് കളി കണ്ടവനാ ഞാൻ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിടൂ. നീ പോമോനെ ദിനേശ ചുമ്മാ. സുരേഷ് ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാര്യം മമ്മൂക്കായ മോഹൻലാലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഏട്ടനെ ഈസിയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. മമ്മൂട്ടി 25 കിലോ ചാണകം കൊണ്ട് തറയിടുക, ടൈമിംഗ് അനുസരിച്ച് ചവിട്ടുക. മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ. വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ. സ്പീഡാക്കിയാൽ മാത്രം മതി. മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി. കണ്ട, ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം. ഓർമ്മയുണ്ടോ ഈ മുഖം? ഷീറ്റ് വേണം. പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല. ആ രീതിയിലായിരിക്കണം പെർഫോമൻസ്. ഇനി നമ്മുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന താരങ്ങളെ നിന്ന് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സമയമില്ല. എന്നാൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തതിനെ, കാരണം ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണ്. ഇനി നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു, ദേവാസുരം. ദേവാസുരം എന്ന ചിത്രത്തിൽ നെപ്പോളിയൻ, ചിത്ര, മോഹൻലാൽ, ഇവർ 3 പേരുമായിട്ടുള്ള ഒരു ചെറിയ സീൻ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നെപ്പോളിയൻ, ചിത്ര, മോഹൻലാൽ. ഒരുപാട് കാലമായടി നീ ഒരു മോഹമായിട്ട് എൻ്റെ മനസ്സിൽ കയറിയിട്ട്. ആദ്യം നീലകണ്ഠൻ, പിന്നെ എൻ്റെ അമ്മാവൻ. ഇനി 7 ആർക്കെങ്കിലും നീ പാവിരിക്കുന്നെങ്കിൽ അതെനിക്ക് തന്നെ ആയിരിക്കണം. അതിനുള്ള യോഗ്യന് ഞാൻ തന്നെ അടി. യോഗ്യത 10 ആളിൻ്റെ ബലവും ഇരുട്ടിൻ്റെ മറകുമില്ലാതെ
നീലകണ്ഠൻ ഒരു ചുക്കും ചെയ്യാൻ തനിക്കാവില്ല. നിർത്തടി, ചത്താലും തീരില്ല അവന്റെ മഹത്വം, അവന്റെ മരണം. എനിക്ക് വ്രതമാടി വ്രതം. നേരെ പോവുകയാണ് മംഗലശ്ശേരിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ലാലേട്ടൻ്റെ കൈയൊക്കെ അടിച്ചോടിച്ചിട്ടേക്കുകയാണ്. അവിടെയും പുള്ളിയുടെ പെർഫോമൻസ് ആണ്. ആരുടെ? വില്ലൻ്റെ. നീലകണ്ഠ, നീ ചത്തിട്ടില്ല എന്നറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം. ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലടാ, നീ അലങ്കോലമാക്കിയ അതേ ഉത്സവം ഇത്രയും പുരുഷാരവ നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവാ. പട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യങ്ങാൻ ഓർത്തിയാൽ പടക്കം കത്തുന്ന മാതിരി കത്തും. അത് കഴിഞ്ഞു. ഇനി നമ്മുടെ കൊച്ചു പ്രേമേട്ടൻ, ട്രിവാൻഡ്രത്തിൻ്റെ മറ്റൊരു അഭിമാനമാണ് കൊച്ചു പ്രേമൻ. കൊച്ചു പ്രേമേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ലൊക്കേഷനിലൊക്കെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ചേട്ടാ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ട്, പോയി കഴിക്കാം. നല്ല ചോറും സാമ്പാറൊക്കെ ഉണ്ടെന്ന്, തൈരും പുളിച്ചേരി എല്ലാം ഉണ്ട്. നിങ്ങൾ അമ്മമ്മ മരിച്ചെന്ന് കേട്ടു. എല്ലാം ഒരേ എക്സ്പ്രഷനാണ്, സൗണ്ടിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ആ രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ മതി, കൊച്ചു പ്രേമനായിട്ട് മാറും. പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു. ഇനി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. ഇനി ഒരൊറ്റ ചെറിയൊരു നമ്പറോടുകൂടി എൻ്റെ ഈ കലാവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ മലയാള സിനിമയിൽ പഴയകാല ആക്ഷൻ സൂപ്പർ സ്റ്റാർ ശ്രീ ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ മറ്റ് 2 താരങ്ങളും കൂടെ ഉദയം ചെയ്തു. ഒന്ന് ഭീമൻ രഘു, പിന്നെ ജഗദീഷ്. ഇത് ഞാൻ ജഗദീഷ് ചേട്ടനോട് പറഞ്ഞപ്പോഴും ഭീമൻ രഘു ചേട്ടനോട് പറഞ്ഞപ്പോഴും അവരാരും നമ്മളങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ജയൻ എന്ന വ്യക്തിയെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. ആദ്യം അവരുടെ ശബ്ദം. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ, നീ എന്നോട് പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്ന അലബലാദി ഷാജി. ഇനി ഭീമൻ രഘു. ഭരണം മിസ്റ്റർ ഇന്ത്യയോടൻ, ഈ പരപൂമോനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തല്ലിയമാര് തല്ലിയതാ. കുറേ കാലമേടാ കയ്യും കാലൊക്കെ ഒന്ന് അനക്കിയിട്ട്. ഇത്ര പറയും. പിന്നെ ലാലേട്ടൻ്റെ ഇന്ന് വേഷാടിയും വാങ്ങിച്ചുകൊണ്ട് പോകും. അത് വേറൊരു കഥ. പിന്നെ വരുന്നത് ജഗദീഷ് ചേട്ടൻ. എക്സ്ക്യൂസ് മീ, ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? വരട്ടെ. ഇനി ഇവരുടെ ആക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ആദ്യം ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ മറ്റ് 2 പേരും സിനിമയിലേക്ക് എത്തിയത്. ഈ നടത്തയെല്ലാം ആക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അത് ക്ലിയർ ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി. ആദ്യം ജയൻ. ഞാൻ പറയുകയാണ്, ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, അല്പക്കൂടെ സ്പീഡ് ജഗദീഷ്. ക്ലിയർ ആണോ നോക്കൂ. ആദ്യം ജയൻ. താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം അല്പസമയം നിൽക്കാൻ കഴിഞ്ഞതിൽ, ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഇത്രയും ഈ പരവൂരിലുള്ള ഇത്രയും ആൾക്കാർ സഹകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും. ഇപ്പം പ്രതിഭേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ, എനിക്കുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് അച്ഛൻ്റെയൊക്കെ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പലപ്പോഴും പലയിടത്തും വെച്ച് പരിചയപ്പെട്ടുള്ള ഒരു കലാകാരനാണ്. അതേപോലെ ഒരുപാട് പ്രോഗ്രാംസ് ടി വിയിലും സ്റ്റേജിലും ഒക്കെ കണ്ട് അത് ആസ്വദിച്ചിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കിവിടെ വന്നിട്ട് ആ ഒരു വലിയ കലാകാരൻ്റെ ഒരു പേരിൽ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം, ആ ഒരു സ്മരണയോടെ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹാസ്യാത്മകമായ നിരവധി TV ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം കലാഭവൻ ഷാജോൺ ആൻഡ് കലാഭവൻ പ്രചോദ്.
ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരന്നിട്ടുണ്ട്. അവർക്കിടയിൽ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു നല്ല കൈയോട് വെടിക്കെട്ട് പൊട്ടുന്ന നല്ല കൈയോട് നമുക്ക് അറിയിക്കാം. പൊട്ടട്ടെ. താങ്ക് യു. കേരളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാസ് ഓൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ്. ഒരു ചീപ്പ് എടുത്താൽ സോപ്പ് ഫ്രീ, എന്തിനേറെ പറയുന്നത് വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ്. അപ്പൊ ഈ ഫ്രീയെ കുറിച്ച് ഒറ്റ വാക്കിൽ ഞങ്ങൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ പാടും: വരിക്കച്ചക്കരെ വിലക്കി വിറ്റാൽ വരിക്ക പ്ലാവൊന്നു ഫ്രീയടാ, വരിക്ക പ്ലാവൊന്നു ഫ്രീയടാ. മൂവാണ്ടൻ മാങ്ങാതെ വിലക്കി വാങ്ങിയാൽ നാലാണ്ടൻ മാവൊന്നു ഫ്രീയടാ, നാലാണ്ടൻ മാവൊന്നു ഫ്രീയടാ. 30,000 വില മതിക്കുന്ന LCD ചെന്നു വാങ്ങുമ്പോൾ 30,000 മൊത്തം മുടക്കുമ്പോൾ 30 രൂപയുടെ VCD ഫ്രീ, 30 രൂപയുടെ VCD ഫ്രീ. ലക്ഷം മതിക്കുന്ന സ്കോഡ കാറിന് ഓണത്തിന് ഓഫർ കേൾക്കണോ, ഓണത്തിന് ഓഫർ കേൾക്കണോ. ലക്ഷം മതിക്കുന്ന സ്കോഡ കാറിന് സോഡ മേക്കർ ഫ്രീയടാ, സോഡ മേക്കർ ഫ്രീയടാ. വീട്ടിലിരിക്കുന്ന പഴയ അച്ഛനെ ചേഞ്ച് ചെയ്യണ കാലമാ, ചേഞ്ച് ചെയ്യണ കാലമാ. പഴയ അച്ഛനെ മറിച്ച് വിറ്റെന്നാൽ പള്ളിയിൽ അച്ഛനെ ഫ്രീയടാ, പള്ളിയിൽ അച്ഛനെ ഫ്രീയടാ. പഴയ അച്ഛനെ മറിച്ച് വിറ്റാൽ നമുക്ക് പള്ളിയിൽ അച്ഛൻ ഫ്രീ കിട്ടുന്ന ഒരു കാലഘട്ടം. എന്തിനേറെ പറയാം, ഇപ്പോൾ റിയാലിറ്റി ഷോയുടെ കാലം കഴിഞ്ഞ് ഇപ്പോൾ ഭക്തി സീരിയലിന്റെ ബഹളമാണ്. ഏഷ്യാനെറ്റിൽ 8 മണിക്ക് അയ്യപ്പനാണെങ്കിൽ സൂര്യ ചാനലിൽ തോമസ് ലീഗയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സീരിയലിനെ കുറിച്ച് ഞങ്ങൾ പാടുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പാടാം: കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാരിന്ന് പൊക്കി, ഇവിടെ സീരിയലുകാരിന്ന് പൊക്കി. കൃഷ്ണനും ക്രിസ്തുവും തമ്മിലടി ചെന്ന ചാനലുകാർക്കിന്ന് ലാഭം, ഇവിടെ ചാനലുകാർക്കിന്ന് ലാഭം. അപ്പറ ചാനലിൽ അയ്യപ്പനാണെങ്കിൽ ഇപ്പറ ചാനലിൽ ഈശോ, അയ്യോ ഇപ്പറ ചാനലിൽ ഈശോ. തോമസ് ലീഗയും ശ്രീകൃഷ്ണ ലീലയും മത്സരിക്കുന്നൊരു കാലം, ഇവിടെ മത്സരിക്കുന്നൊരു കാലം. അപ്പൊ തോമസ് ലീഗ ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ച് വരികയാണ്. അപ്പൊ കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിൽ ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഒരേ ഒരു കോർപ്പറേഷനേ ഉള്ളൂ അല്ലേ? അത് ബീവറേജ് കോർപ്പറേഷൻ, അറിയാലോ അല്ലേ? കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതൊരു കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലേഖിപ്പിക്കുകയാണ്. വാറ്റു വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ 100 പേരിലായി പിറക്കവേ. ആർത്തിമൂത്ത് അന്തിയായാൽ ട്യൂബിലുന്തി നിൽക്കണ്, ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണോ. സിയാർ ലലലലാലാല ഓപിയാ ലലലലാലാല. വാങ്ങുവാൻ നമുക്ക് മുമ്പിലേറെയുണ്ട് ബ്രാൻഡുകൾ. റമ്മോ വിസ്കി വോഡ്ക ബ്രാൻഡി മാറി മാറി അടിക്കണം. നീറി നീറി നിൽക്കണമെങ്കിൽ വിസ്കി തന്നെ ആശ്രയം. തെറി പറഞ്ഞുമുണ്ടഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ. സിയാർ ലലലലാലാല ഓപിയാർ. നാളെ 1-ാം തീയതിയാണ്, ഇന്നു തന്നെ വാങ്ങണം. പാറടച്ചാൽ അപ്പോൾ തന്നെ മിലിട്ടറിക്കാരെ തപ്പണം. മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകില്ലൊരിക്കലും, മദ്യമെന്ന മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകില്ലൊരിക്കലും. മധ്യ കേരളത്തിൽ റേഷനായി നൽകണം. താങ്ക് യു. നമുക്കെല്ലാവർക്കും അറിയാം, സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ MG ശ്രീകുമാർ. ഇദ്ദേഹത്തിൻ്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റായിരിക്കുന്നത്. അപ്പോൾ MG ശ്രീകുമാറിൻ്റെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ MG ശ്രീകുമാറിൻ്റെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മാന്യ പ്രേക്ഷകർക്ക് ശരാശരികമായ 15 ഹാർദവമായ സ്വാഗതം. ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് 10,000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. സന്തോഷമായില്ലോ അല്ലേ? എന്താ ഷാണ് നോക്കണേ? മുട്ട ഇടുന്നുണ്ടോ നോക്കുകയായിരുന്നു. ശരി. നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലെന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സത്യമാണോ നമുക്ക് നോക്കാം. ഹലോ, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുകൊണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും എന്നാൽ റോഡുകളുടെ എണ്ണം കൂടുന്നുകൊണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും പറയുന്നു. എന്തൊക്കെയായാലും ആരൊക്കെ ചെത്തിട്ടായാലും അടുത്ത ആഴ്ച എനിക്കൊരു എപ്പിസോഡ് കിട്ടിയാൽ മതി. ഗുഡ് ബൈ.
ഇങ്ങനെ ഒരു സമയമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം. സീസൺ 5 കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു. രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ. ഇവർ തിരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ചിത്രത്തിലെ വ്യത്യസ്തനാമെന്ന ഗാനമാണ്. അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത്, ഇവരുടേതായ ലിറിക്സിലാണ് ഇവർ പാടുന്നത്. ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ. വ്യത്യസ്തനാമീ പാവമാം ലീഡറേ, സത്യത്തിലാരും സത്യം തിരിച്ചറിഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതുപോലൊരു ലീഡറെ തിരിച്ചറിഞ്ഞ ഒരേ ഒരു ഞാൻ മാത്രമാണ്. സത്യം. വ്യത്യസ്തനാമീ പാവമാം ലീഡറേ, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വലതു പാർട്ടിക്ക് തലവന ലീഡർ, വെറുമൊരു ലീഡർ, ഇയാളൊരു ലീഡർ. ലീഡർ ഒരു ലീഡർ, മുരളിയുടെ ഫാദർ, അതിലോലൻ രാഷ്ട്രീയ വീരൻ, ജനതോടൻ നമ്മുടെ ലീഡർ 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 ലീഡർ. വ്യത്യസ്തനാം ഈ പാവമാ ലീഡറേ, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഉമ്മൻചാണ്ടിക്ക് വല്ലതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, പിന്നെ പറയാൻ പറ്റില്ല. ഉലകം പതയ്ക്കുന്ന ചിരിയുമായെത്തി പലരും വെറുപ്പിച്ച ലീഡർ കൊരാജ. ഉലകം പരത്തുന്ന ചിരിയുമായെത്തി പലരും വെറുപ്പിച്ച ലീഡർ കൊരാജ. മക്കളെ രണ്ടിനെ രക്ഷിക്കാൻ നോക്കി പല കളി കളിച്ചു പുറത്തായി ലീഡർ. സോണിയ ഗാന്ധിയുടെ സ്നേഹിതൻ ലീഡർ, ഇന്ദിരാ ഗാന്ധിയുടെ സ്നേഹിതൻ ലീഡർ. ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ, ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിയുടെ ഫാദർ. ലീഡർ ഒരു ലീഡർ, മുരളിയുടെ ഫാദർ, അതിലോലൻ രാഷ്ട്രീയ വീരൻ, ജനതോടൻ നമ്മുടെ ലീഡർ 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 ലീഡർ. ഒരു ലീഡർ, മുരളിയുടെ ഫാദർ, അതിലോലൻ രാഷ്ട്രീയ വീരൻ, ജനതോടൻ നമ്മുടെ ലീഡർ 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 ലീഡർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നിറഞ്ഞ കൈയടി ഞങ്ങൾക്ക് തരിക. താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്. രസകരമായ മറ്റൊരു കോമഡി സ്കിറ്റിലേക്ക് നിങ്ങളുടെ ശ്രുതിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ സ്കിറ്റിന് ഈ വേദിയിൽ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ്. തൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് മുതിർന്നു വീഴുന്ന അക്ഷരക്കുട്ടുകൾ കൊണ്ട് ഹാസ്യത്തിൻ്റെ അത്ഭുത ലോകം സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട TV സിനിമാ താരം സാജൻ പള്ളുരുത്തിയും, ഒപ്പം ഏഷ്യാനെറ്റിലെ സിനിമാല, ബ്ലഫ് മാസ്റ്റേഴ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് പരിചിതനായി ഈ അടുത്ത് റിലീസ് ചെയ്ത കപ്പൽ മുതലാളി എന്ന മലയാള ചിത്രത്തിൽ നായകസ്ഥാനം അവതരിപ്പിച്ച രമേഷ് പിഷാരടി, ഒപ്പം തന്നെ ബ്ലഫ് മാസ്റ്റേഴ്സ്, സിനിമാല, ഈ അടുത്ത് റിലീസ് ചെയ്യാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളിൽ നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ധർമ്മജൻ ബോൾഗാട്ടി, ഇവർ 3 പേർ ചേർന്നൊരുക്കുന്ന ഹാസ്യാത്മകമായ ഒരു സ്കിറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ സൗദാമിനി തോൽക്കാറില്ല. കുഴപ്പമില്ല, ശനി ഞായറുണ്ടല്ലോ, അന്ന് തോപ്പിക്കാം. സ്ത്രീ മനസ്സിനെ കുത്തി നോവിക്കാൻ, കുടുംബം കലക്കാൻ KK രാജാവണിയിച്ചൊരുക്കുന്ന നാടകീയ പരമ്പര അനസൂയ ഒരു പതിവ്രത. ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക അനസൂയ ഒരു പതിവ്രത. അത്താഴപ്രശ്നിക്കാരുണ്ടോ? ഉണ്ടേ ഉണ്ടേ ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഗേറ്റിനടുത്ത് നിൽക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഈശ്വര, ഭൂമിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ എന്തിനാ ഈ രാത്രി ചന്ദ്രൻ ഉദിച്ചത്? ഭഗവാനെ, എന്റെ ധർമ്മസങ്കടം എന്ന് അവസാനിക്കും? ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ, മറുവശത്ത് പോപ്പ് ഗായകനായ കാമുകൻ. ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും. അസൂയേ അല്ല അനസൂയേ. അയ്യോ അച്ഛൻ. ലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളെ
തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിത തനഴകൾ. അയ്യോ മരിക്കില്ലേ അച്ഛാ? അല്ല ചുമക്കില്ലേ അച്ഛാ? അയ്യോ അയ്യോ റിസ്ക് എടുക്കണ്ടായിരുന്നു. ഇന്ന് അച്ഛാ എന്താ ഇത്? അർച്ചന കഴിച്ചതാ. വല്ലവളന്മാരൊക്കെ കഴിച്ചതിന്റെ ബാക്കിയാണോടി ഞാൻ കഴിക്കുന്നത്? എന്റെ പേരിൽ വഴിപാട് കഴിച്ചതാന്ന്. അപ്പോൾ എന്റെ പേരിൽ നീ എന്ത് കഴിച്ചു? പൂരിയും കിഴങ്ങ് കറിയും. അമ്പലത്തിൽ നിന്നോ? അല്ല, അച്ഛന്റെ സ്ഥിരം പറ്റു ഹോട്ടലിൽ നിന്ന്. എന്തായാലും ഈ മധുരം എനിക്ക് വേണ്ട. കഴിക്കും അച്ഛാ, ഇന്ന് 1-ാം തീയതിയല്ലേ? ദിനമെത്ര സുന്ദരം ഇന്നൊന്നാം തീയതിയായി മധുരം കഴിക്കണം ഇന്നൊന്നാം തീയതിയായി മധുരം കഴിക്കണം ഇന്നൊന്നാം തീയതിയായി. താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഓടി എവിടുന്ന്? കഞ്ഞിലിടാൻ ഉപ്പില്ല, അപ്പോഴാ ടൂത്ത് പേസ്റ്റില്. അച്ഛാ, നമ്മൾ തമ്മിൽ ഒരു കുർക്കുറയുടെ ആവശ്യമുണ്ടോ? ഇല്ല, നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ ഇന്നലെ കണ്ടു. ആള് ഹിന്ദുസ്ഥാനിയാ. എന്ന് വെച്ചാ അച്ഛൻ ഹിന്ദു, അമ്മ ക്രിസ്ത്യാനി, രണ്ടും കൂടെ കൂടിയപ്പോൾ അവൻ ഹിന്ദുസ്ഥാനി. വേണ്ട അച്ഛാ, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതെന്റെ മുകുന്ദേട്ടനോടൊപ്പം ആയിരിക്കും. സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ പോപ്പ് ഗായകനെ നീ മറന്നിട്ടില്ല അല്ലേ? ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? മുകുന്ദേട്ടന്റെ വീട്ടിലെ 2 റൂം ചില്ല് വെച്ചാ പണിതിരിക്കുന്നത്. അത് ചില്ല് വെച്ച് പണിതല്ല, കല്ല് വെച്ച് പൊക്കിക്കെട്ടാൻ കാശില്ലാഞ്ഞിട്ട് അവൻ കട്ടള മാത്രം വെച്ചിരിക്കുന്നതാ. എങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി പാട്ട് പാടി മുകുന്ദേട്ടൻ ഫ്ലാറ്റ് വാങ്ങും. എന്നിട്ട് വേണം പാടുമ്പോൾ വൃകയില്ല എന്ന് MG ശ്രീകുമാറിനെ കൊണ്ട് പറയിക്കാൻ. വൃകയില്ലെങ്കിൽ എന്താ, മുകുന്ദേട്ടന് 2 വൃക്കയില്ലേ? എങ്കിൽ അത് വിറ്റ് വാങ്ങാൻ പറ ഫ്ലാറ്റ്. അച്ഛൻ എത്ര എതിർത്താലും എനിക്ക് എന്റെ മുകുന്ദേട്ടനെ മതി. അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും. മോളെ, ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇന്ന് രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം. അസ്ഥാനത്ത് കോമഡി പറയാൻ നീ ആര്? സുമി ടോമിയോ? അല്ല, മുകുന്ദേട്ടന്റെ സ്വന്തം അനസൂയ. മുകുന്ദൻ മുകുന്ദൻ മുതുങ്കൻ. ശുദ്ധ സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു കീർത്തനം വെക്കാൻ പോലും ആരും ഇല്ലാണ്ടായോ? കുട്ടന്തപുരാനെ, ഒരു കീർത്തനം അങ്ങോട്ട് വെക്കുക. മാടിസത്താ മനുഷ്യന്റെ തോല വെച്ച് മേലെ കെട്ടി അററ നാക്കമുക്ക 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 മാടിസത്താ മനുഷ്യന്റെ തോല വെച്ച് മേലെ കെട്ടി അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 നാക്കമുക്ക. നിർത്ത. തൃപ്തിയായി. ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും. വെള്ളമടിക്കുന്നതൊക്കെ കൊള്ളാം, മോട്ടർ കേടാക്കരുത്. മുകുന്ദൻ, അവനോട് വിളിച്ചു പറ, എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ നിന്നെ അവൻ സ്വപ്നം കാണണ്ടെന്ന്. ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക. മാസവാടക വെറും 1.5 ലക്ഷം രൂപ. സെലക്ഷൻ ചാർജ് വെറും 75,000 രൂപ. ഹലോ മൂട്ട, അല്ല മുകുന്ദേട്ടാ, ഇത് ഞാനാ അനസൂയ. എത്ര എപ്പിസോഡുകളായി ഞാൻ മുകുന്ദേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ ബ്രേക്കിനും ഇത്രയും ഗ്യാപ്പ് എടുത്താ അച്ഛന്റെ മുമ്പിൽ മുകുന്ദേട്ടന്റെ റേറ്റിംഗ് കുറയും. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മുകുന്ദേട്ടൻ ഇവിടെ എത്തണം. പൊന്മകൾ വந்தாள் பொருள் கோடி தந்தாள் பூமேடை வாசல் பொங்கும் தேனாக கண்மலர் கொஞ்சம் கனிவோடு என்னை ஆளாக்கினாள் அன்பிலே. ഹായ് ഡാർലിംഗ് അനസൂയ. എന്താ എന്റെ അനസൂയ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം? എന്നോട് മിണ്ടണ്ട. ചേട്ടൻ ഇന്നലെ ആ ബിന്ദുവിന്റെ കൈ പിടിച്ച് എന്തൊക്കെയോ സത്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഭാഗ്യം, സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളൂ. വല്ല TG രവിയോ ബാലൻ കെ നായരോ KP ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ? ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ പറയട്ടെ കാരണം. രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു. ഏയ്, കൊതുകിന്റെ ശല്യം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നാ മതി, പിന്നെ കൊതുക് വരികയില്ല. എന്നിട്ട് ഇന്നലെ ഒരു കൊതുക് ടോർച്ച് അടിച്ചുകൊണ്ട് എന്റെ നേരെ പറന്നു വന്നു. അത് കൊതുക് ടോർച്ചടിച്ചോണ്ട് വരുന്നതല്ല ഡാർലിംഗ്, മിന്നാമിനുങ്ങ. പോപ്പ് ഗായകനായതിനു ശേഷം ചേട്ടന് ഭയങ്കര ഗമയാ. ഞാൻ സ്കൂളിൽ പാട്ട് പാടി ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പാട്ട് പാടി TC വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഏത് പാട്ട്? ഫന. ഓ, അമീർ ഖാന്റെ ഫന അല്ല, ജയന്റെ കരീം ഫന. മറ്റൊരു കാര്യം നിന്റെ അച്ഛൻ അറിയണ്ട, ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിന്റെ കഴുത്തിൽ എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയൊന്ന് വേണം പണയം വെക്കാനാ. നമ്മുടെ കല്യാണം നടക്കും
തോന്നുന്നില്ല. നടക്കും. ചൊവ്വാദോഷമുള്ള എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ? എങ്ങനെ? ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു, പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു, പക്ഷേ ഒരു ഫലവും കണ്ടില്ല. കഷ്ടം. രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് 3ന്റെ അന്ന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി, പിന്നെ കണ്ടട്ടേ ഇല്ല. പാവം, എവിടെയായിരുന്നാലും നരകിച്ചാ മതിയായിരുന്നു. എന്നിട്ടും മുകുന്ദേട്ടന്റെ മുഖത്തെന്താ ഒരു ദുഃഖം പോലെ? എന്നെ പോറ്റി വളർത്തിയ എന്റെ അമ്മാവ് മരിച്ചു. ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല. അതെന്താ? അല്ലെങ്കിൽ തന്നെ കൊന്നത് ഞാനാന്നാ പറയുന്നത്. എനിക്ക് കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ. മുകുന്ദേട്ടൻ ഒന്നും കൊണ്ട് സമാധാനപ്പെടണ്ട, എല്ലാം പ്രശ്നമാവും. അനസൂയേ, പന്നിപ്പനിയുള്ള യാത്രക്കാരനോട് എയർപോർട്ട് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് പോലെ നീ എന്നോട് പെരുമാറരുത്. നമ്മൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന എന്റെ അച്ഛപ്പൻ കണ്ട കുഴലിപ്പാവും. അല്ല, അച്ഛൻ കണ്ട കുഴപ്പാവൂന്ന് അറിയാലോ. അച്ഛന്റെ മൂക്കത്താ ശുണ്ഠി. നിന്റെ അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ശുണ്ഠി, മൂക്കത്തല്ലെന്ന് മാത്രം. എങ്കി ഇനി മടിക്കണ്ട, പോകൂ, പോയി അച്ഛന്റെ മുമ്പിൽ പാടി ജയിച്ചു വരൂ. ശരി, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിന്റെ അച്ഛനുമായുള്ള പാട്ട് മത്സരത്തിന് ഞാൻ തയ്യാർ. അനസൂയയുടെ അച്ഛ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം. അനസൂയെ, നിന്റെ അച്ഛന് മുന്നിൽ ശ്രുതിയും താളവും തെറ്റാതെ സപ്തസ്വരങ്ങൾ 13 പാടി ഞാൻ വിജയിച്ചു. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ, SMS വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കിട്ടിയോ? പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് SMS അയച്ചു. പറയൂ അനസൂയെ, നീ എന്റെ സ്വന്തമായില്ലേ? ആയിട്ടില്ല. പാട്ടും SMS ഒക്കെ കൊണ്ട് മുകുന്ദേട്ടൻ അച്ഛനെ തൃപ്തിപ്പെടുത്തി. ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം. എന്നാലേ ഞാൻ മുകുന്ദേട്ടനെ കല്യാണം കഴിക്കൂ. അനസൂയെ, അതേത് റൗണ്ടാ? പെർഫോമൻസ് റൗണ്ട്. Go!
കലാകേരളത്തിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന കലാരൂപം പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മറ്റു കലകളുടെ തള്ളിക്കയറ്റത്തിലും ഇന്നും നല്ല നാടകങ്ങൾ ഓരോ സീസണിലും 200-300 വേദികൾ പിന്നിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വ്യക്തമായ പരിശീലനമില്ലാതെ വേണ്ട ആർട്ടിസ്റ്റുകളെത്താതെ നടക്കുന്ന ഒരു കോമഡി ഡ്രാമയാണ് നടക്കാൻ പോകുന്നത്. സഹൃദയരെ, ഓച്ചന്തൂർ തോമന തിയേറ്റേഴ്സിന്റെ 39ാമത് നാടകം കാടിവെള്ളത്തിൽ വീണ ഡാഡി. നാടകരചന ഓച്ചന്തൂർ തോമനക്കുട്ടൻ, സംഗീതം ഓമനക്കുട്ടൻ ഓച്ചന്തുരുത്ത്, ഗാനാലാപനം ഓച്ചന്തൂർ തോമനക്കുട്ടൻ, നാടകരചനാ സംവിധാനം സാക്ഷാത്കാരം അഡ്വക്കേറ്റ് ഓച്ചന്തൂർ തോമനക്കുട്ടൻ, അതായത് ഈ ഞാൻ. സിമ്പിൾ അടിക്കണ. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം 3 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അതിൽ 1ാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ പീഡനത്തിനരിയായി അഡ്മിറ്റ് ആയിരിക്കുന്നു. 2ാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിതനായി കിടക്കും. 3ാം വാർഡിൽ ഞങ്ങളുടെ 2 സഹനടന്മാരും. അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ 4 പേരുണ്ടായിരിക്കുന്നതല്ല. എങ്കിലും നാടകം കാണാൻ വന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള 4 കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്. നാടകം ആരംഭിക്കുന്നു. കാടിവെള്ളത്തിൽ വീണ ഡാഡി. തുടങ്ങില്ലേ? രംഗത്ത് മുതലാളി. ഇതെന്തിനാ എല്ലാവരും കൂടി വരുന്നു? നീ പോയി ഓർഡർ തുറക്കണ. എല്ലാവരും വരില്ലേ? ആ പുള്ളി ചുപ്പട്ട സുരേഷ് ജുബട്ട. സുരേഷ് വാ, മറ്റൊരു പോ, ഇങ്ങോട്ട് വാ. എവിടേക്ക്? അങ്ങോട്ട് പോ. എവിടേക്ക് പോണ്? നടുക്കിൽ വന്ന് നിൽക്ക്. ആൾക്കാർ നോക്കണു, നേരെ നോക്കുന്നു. എന്നെ നോക്കാനല്ല പറഞ്ഞു, അങ്ങോട്ട് നോക്കാൻ. അവരോട് പിടിച്ചു വിട്ട വന്ന് നിൽക്ക്. ആൾക്കാരുണ്ടല്ലോ. പിന്നെ നാടകം കാണാൻ ആൾക്കാരുണ്ടാവില്ലേ? അഭിനയിക്ക്. എങ്ങനെ? മുതലാളി ഉലാത്തുന്നു. എന്ത് വെണ്ടക്ക ഒലത്തണോ ചെറുപയർ ഒലത്തണോ? ഒലത്തല്ല, ഉലാത്തുന്നു എന്ന് വെച്ചാല് നടക്കുന്നു. അത് നേരത്തെ പറഞ്ഞാ പോരെ. ഇങ്ങോട്ട് സ്റ്റില്ല്. 2 സ്റ്റില്ല്, 1 ഇയാളുടെ എൻ്റെ. ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞു, ഒരു പോസിൽ നിൽക്കാൻ. എങ്ങനെ നിൽക്കണം? എങ്ങനെ നിന്നു? വേലക്കാരി കടന്നു വരുന്നു. ഇതാണ് വേലക്കാരി. മീശക്കത്തെ എന്തായി വരുന്നത്? നീ പോയി ഓർഡർ എടുത്ത് കൊടുക്കടാ. വേലക്കാരി കടന്നു വരുന്നു. ആൾക്കാർ കേൾക്കുന്നു. ഡയലോഗ് പറ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ സൂചിയില്ല. ഡയലോഗ് പറ. എന്താണ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം. അതല്ല, 3 പ്രാവശ്യം പറയാൻ. എന്നടാ സുരേഷ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 1 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 2 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 കട്ട്. എന്തത് ലേലം വിളിയാണത്? ഡയലോഗ് പറ. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ. ഞാൻ പറഞ്ഞോളാം. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന ഞാൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ചെലവ് ചെയ്യണം. ഡയലോഗ് പറ. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ. എന്റെ വയറ്റിലേല് വളരുന്ന രാജുമോൻ. വയറ്റിലല്ല, കുണ്ടത്തറ. അതല്ല, വയറ്റില്. നേരെ വൃത്തിയായിട്ട് പറഞ്ഞിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയും ഈ നിൽക്കുന്ന എടാ ഇവിടെ വന്ന് താനിവിടെ അല്ലേ നിൽക്കേണ്ടത്? വെറുതെ എന്നെ കൂടെ തെറ്റിക്കാനായിട്ട്. ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. എന്നെ കൈവിടരുത് മുതലാളി. മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു. എവിടെ? ഇവിടെ തോളത്ത്. മുതലാളി ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഇല്ല, കുറച്ചേരം കഴിയട്ടെ. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. നിന്റെ പെങ്ങളൊന്നുമല്ല. കിടക്കട്ടെ അവിടെ. വാവോ കിടന്നോട്ടാ. 1/2 മണിക്കൂർ കഴിഞ്ഞ ഇതിലും നല്ല സീനുണ്ട്. വേറെ സീൻ ഇനിയുണ്ടെന്ന്. അന്നൊരു തണുപ്പുള്ള രാത്രി എല്ലാം മറന്ന് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് എത്തി. ഈ സീൻ വേണ്ട, അടുത്ത സീൻ പോ. ഇതെങ്ങോട്ടത് വരുന്നത്? ഒരു അറിയിപ്പുണ്ട്. നാടകത്തിന്റെ ഇടയ്ക്ക് അവന്റെ അറിയിപ്പ്. ഓ പോസിറ്റീവ്
ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്തിന് വളരെ അർജൻറ്റായി 2 കുപ്പി ബിയർ വേണം, മേടിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളത്. അടുത്ത സീന് നീ പോവല്ലേ, നീ എല്ലാ സീനിലുണ്ട്. അവിടെ നിൽക്ക്. അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ഞാനല്ലേ? നീയാണോ അച്ഛൻ? എല്ലാം നീയാണോ? അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ദേഷ്യത്തിന് വരാൻ വന്ന് ചിരിച്ചിട്ട് അവനും കൂട്ടി പിടിച്ചോട്ടെ. ദേഷ്യത്തോടെ. ദേഷ്യം ദേഷ്യം. ഇതെന്ത് ദേഷ്യം? ദേഷ്യം വരൂല. ദേഷ്യപ്പെട്ട് അഭിനയിക്കാൻ എനിക്ക് വരൂല ദേഷ്യം. ദേഷ്യപ്പെട്ട് അഭിനയിച്ചില്ലെങ്കിൽ നാടൻ കഴിഞ്ഞ 10 പൈസ മതി. ഈ ദേഷ്യം മതി. ഈ ദേഷ്യത്തിന് വിളി മുതലാളി. മുതലാളി വിളി കേൾക്കുന്നു. എന്താ ചാളക്ക് പോണ? കണ്ട മീൻകാരനൊക്കെയാണല്ലോ നാടകം അഭിനയിക്കാൻ. നീ വിളി കേൾക്കണ്ട, അവന്റെ പേര് പറ. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. എങ്ങനെ? ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ഈശ്വര. ഓ ആൽബർട്ട് സമൂസ. പല്ലെടുത്ത് പോയി തെറിച്ചു പോയി. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ആ ഓ ഒന്ന് കളയാമോ? ഓ ഒന്ന് അക്ഷരപുസരയില്ല, പറ്റൂല. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ബാബു. എന്തോ അത് മതി. ബാബു ആ വിളി കേട്ടു. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന എന്റെ മകളെ, 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. ഞാനാണോ? എന്താ പറഞ്ഞേ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കി. അതിന് ഉത്തരവാദി നീ മൂത്രം. നീ മാത്രം. പാത്രം. നീ മാത്രം. നീ പോലെ അത്. മുതലാളി ചിരിക്കുന്നു. മുതലാളി ചിരിക്കുന്നു. പുളിങ്ങിന്ന് ചിരിയിരിക്കാനല്ല പറഞ്ഞ, അട്ടഹസിക്കാൻ. എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. വേണ്ട വേണ്ട, ഡയലോഗ് പറയണ്ട. നീ ഡയലോഗ് പറഞ്ഞാൽ മതി, ചിരിക്കണ്ട. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നീ മുതലാളിയല്ല, അച്ഛൻ പറയടാ. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാ. എന്റെ മകള് പോരാതെ തെറ്റിപ്പോയി. നിങ്ങളുടെ തെറ്റിപ്പോയ ആദ്യം തെറ്റിപ്പോയിരുന്നു. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. അട്ടഹസിക്കുന്നോടാ പൊട്ട. അത്തല പുത്തല അട്ടഹസിക്കുന്നോടാ പൊട്ട. അതെ അതെ, മനസ്സിലായി. നീ പറഞ്ഞു കൊടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് മറ്റേ പുള്ളി പറഞ്ഞ കാണിക്കുന്നതാ ദുഷ്ട. നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. നീ എന്റെ പുരുഷത്വത്തെ പുരുഷത്വത്തെ എന്താണത്? വെള്ളം കളിയോ? നീ പറ. പുരുഷത്വമാണത്രേ പുരുഷത്വം. അങ്ങനെയല്ല, പുരുഷത്വമാണത്രേ പുരുഷത്വം. നീ ഡയലോഗ് വേണ്ട. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടി വീഴുന്നു. എന്താടാ ഈ കാണിക്കുന്നത്? ഇങ്ങനെ വീഴാനാണ് പറഞ്ഞത്. എടാ മുതലാളിയുടെ മേലേക്ക് വീഴടാ. കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കടാ. മുതലാളി കരയുന്നു. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ. തോക്ക്. ഞാൻ തോക്കൂല. എടാ തോക്കെടുക്കാൻ. ഞാൻ തോക്കൂല. തോക്കെടുക്കാൻ. ഞാൻ തോക്കൂലെന്ന് പറഞ്ഞില്ലേ? തോക്കെവിടെ? നാടകം പൊളിഞ്ഞ് ഞാൻ തോക്കെടുത്തിട്ടില്ല. മിണ്ടല്ലേ, ആൾക്കാർക്കല്ല. ഞാൻ കൊണ്ടുവന്നേരാ. ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നേരാന്ന്. ആരും കണ്ടില്ല. 1,13,000 പേര് കണ്ടോളൂ. വെടിവെക്കുന്നു. എന്നെയാണോ വെടിവെക്കുന്നത്? പിന്നെ അച്ഛനെ വെടിവെക്കടാ. ചാകാൻ പോകണല്ലേ, കുളിപ്പിക്കണ്ടല്ലോ. വാ. എവിടെയാ? എന്താടത്? വെടിവെച്ച് കളിക്കുന്ന. എടാ മരിച്ചു വീഴുന്നു. എടാ നീ വെടിവെച്ചിട്ട് നീയാണോ മരിച്ചു വീഴുന്നു? പിന്നെ ആരാണ് വീഴുന്നത്? അച്ഛൻ മരിച്ചു വീഴുന്നു. 3 വെടി വെച്ചിട്ടുണ്ട്. 3 വെടി.
പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരിക്കുന്നു. എടാ നീ മരിച്ചു വീണിട്ട് നീയാണോ ചിരിക്കുന്നത്? അവിടെ കിടക്കടാ. മകൻ വരുന്നു. ഞാനാണോ? എല്ലാം നീയാണ്. മകൻ വരുന്നു. ഇവനെ ഇവിടെ നടന്നത് ഇവനോട്ട് പറഞ്ഞു വിട്ടത്. കറക്റ്റം കടന്നു പറഞ്ഞു. മകൻ വാടാ. മുതലാളി അടാ അവനെ കണ്ടുപിടിക്കുക, അങ്ങനെ അഭിനയിക്കുക. ബാക്കി പറയും. ബാക്കി ഡയലോഗ് മറന്നുപോയി. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, നീ നശിച്ചു പോകും. നീ നശിച്ചു പോകുകയാണോടാ? ഇത് കണ്ട പ്രാകനാണ്ടാ. ഇതല്ലേ ഡയലോഗ് പറഞ്ഞാന്ന്. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോലെ എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞ് അത് ചോദിക്കാൻ അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛൻ. അച്ഛാ ഇവിടെ കിടക്കണേ. അവിടെ ഭയങ്കര ഉറുമ്പടാ. ഉറുമ്പൊരി കൊണ്ടാണ്. ഡയലോഗ് അഡ്ജസ്റ്റ് ചെയ്യ്. അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛനെ ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പുകടിയായിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൊന്ന് ദുഷ്ട, നീ പടാരണി പോവുള്ളൂ. പെങ്ങളെ വിളി. പെങ്ങളെ മന്ദാകിനി. എടാ ഉറക്ക വിളിക്കടാ. പെങ്ങളെ മന്ദാകിനി. തെറി പറയരുത്, തെറി പറയരുത്. നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ വിവാഹത്തിന് മുമ്പ് പൂർണ്ണ ഗർഭിണിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. പെങ്ങളെ ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടാ, അന്ന് തണുത്ത മരവിച്ച ഒരു രാത്രിയായിരുന്നു. ഞാൻ ഈ മുതലാളിയുടെ വീട്ടിൽ TV കാണാൻ ചെന്നു. ഏഷ്യാനെറ്റും സൂര്യയും കൈരളിയും എല്ലാം മാറി മാറി വെച്ചു. പെട്ടെന്നാണ് ഈ കശ്മലൽ മുതലാളി ഫാഷൻ ചാനൽ ഓണാക്കിയത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു സത്യം മനസ്സിലായി. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ മുതലാളിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്തില്ലെന്ന്. എന്റെ പെങ്ങളുമല്ല. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ പറഞ്ഞയക്കരുത്. അവരെ പറഞ്ഞയച്ചാൽ ഇതായിരിക്കും അനുഭവം. എന്തത് സംവിധായക ഇതാണ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സാധനം. മാന്യ പ്രേക്ഷകർ തമ്മിൽ തരുന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് തൊമ്മഞ്ഞാഴി ചെയർമാൻ. എന്തായാലും നമ്മുടെ അച്ചുമാമയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്റ്റർ അച്ചുമാമ. അദ്ദേഹം വളരെ തിരക്കുള്ള ആളായിട്ടും നമ്മളെ ക്ഷണം സ്വീകരിച്ച് വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഹർഷാരവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശരേ, ഇത്രയും തിരക്കുണ്ടായിട്ടും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് നന്ദി പറയാൻ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടെല്ലാവരോടും എനിക്ക് അതിലേറെ നന്ദിയുണ്ട്. മറ്റൊന്നിനുമല്ല, ഇത്രയും കാലം എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്നും പറഞ്ഞ് എനിക്കിട്ടാക്കിയതുപോലെയാക്കാതെ ശരിക്കും ഒന്നാക്കി തന്നതിന് നന്ദിയുണ്ട്. ഓക്കെ സാർ, ഇപ്പോൾ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ, ഒരു വിലയിരുത്തൽ, അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? വിലയിരുത്തലാകുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല. താങ്ക് യു സാർ. എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം, ഒന്നും തോന്നരുത്. താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ, അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു.
അതിൽ കൂടുതൽ പാതാളം വരെ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ. ചെങ്കോലി മോഹൻലാൽ പറയുന്ന ഡയലോഗാണല്ലോ. അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു. ഇന്ന് എനിക്ക് ഈ ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു. നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം. അതുകൊണ്ട് ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ചോ, ഉപകാരം. എന്തായാലും എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുന്നത് നല്ലതാണ് സാറേ. എന്നാൽ നമ്മുടെ തൊമ്മൻചാണ്ടി സാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വെൽക്കം മിസ്റ്റർ തൊമ്മൻചാണ്ടി സാർ. അദ്ദേഹം വളരെ പ്രതിപക്ഷ നേതാവാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. സാറും സഹകരിച്ചു കൊള്ളണം. ഓക്കെ സാർ. സാറേ കൈ ഉയർത്തി നമ്മുടെ ജനതയെ ഒന്ന് അഭിവാദം ചെയ്യാൻ. അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് എന്താ കൈ കെട്ടിവെച്ചിരിക്കുന്നത്? എന്ത് പറ്റി സാറേ? വേറൊന്നുമല്ല, ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ്. ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടെ കയറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിയിട്ടതാണ്. ഈ കഴിഞ്ഞ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാ? ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പലർക്കും വളരെ സന്തോഷമുണ്ടായി. പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെയാണ് ഉദ്ദേശിച്ചല്ലേ? ഓക്കെ, കുഴപ്പമില്ല സാറേ. സാറേ വേറൊരു കാര്യം പേഴ്സണലായിട്ട് താങ്കളോട് ചോദിക്കാൻ. നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണത്. അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോയിരുന്നത്? ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ല. ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഹിന്ദി അറിയണമല്ലോ. ഹിന്ദി അറിയില്ലേ താങ്കൾക്ക്? ഹിന്ദി നല്ലിയാക്കൊരു ഹിന്ദി അറിയാൻ പാടില്ല. താങ്കൾക്ക് ഹിന്ദി അറിയാം? ഹിന്ദി ഹമാരെ രാഷ്ട്രഭാഷ ഹേ. അയ്യോ നന്നായിട്ട് അറിയാന്നു. ഏതായാലും രണ്ട് ചോദ്യം ചോദിച്ചു. സാറേ ഹിന്ദിയിൽ പേനയിൽ കലം എന്ന് പറയും, പെൻസിൽ എന്ന് പറയും, ചട്ടി എന്ന് പറയും. അയ്യോ സാറേ പച്ചാസ് വെച്ചാൽ 50, 60 എന്ന് പറയും. മഞ്ഞാസ്. എന്റെ ദൈവമേ സാറേ കല്ലെന്ന് വെച്ചാൽ ഇന്ന്, നാളെ എന്ത് പറയും? കരിങ്കല്ല്. വെരി ഗുഡ്. താങ്കൾക്ക് ഹിന്ദി അറിയാം, എല്ലാവർക്കും മനസ്സിലായി. ഇതിലും ഭേദം ഹിന്ദി എനിക്കറിയാം. താങ്കൾ പറയും. പിന്നെ എന്നാൽ ഏത് കൊച്ചുകുട്ടിയും വളരെ നിസ്സാരമായി ഉത്തരം പറഞ്ഞ ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ. കുമാരൻ നമ്മുടെ പറവൂർ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ നമ്മുടെ വെരി ഗുഡ്. താങ്കൾ ഡൽഹി പോയിരുന്നത് നന്നായി, സത്യം പറഞ്ഞു. ഓക്കെ സാറേ, ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. താങ്കൾ ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. ഓക്കെ, ആദ്യം താങ്കൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം എന്റെ ആയിക്കോട്ടെ. കുരങ്ങിനെ കാണാൻ എന്തു ചെയ്യണം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കുരങ്ങിനെ കാണാൻ എന്ത് ചെയ്യണം? കുരങ്ങിനെ കാണാൻ കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി. ഓക്കെ, കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി സാറേ. അങ്ങോട്ട് പോകണ്ട, ചാണ്ടിയൊന്നു കണ്ണാടി നോക്കിയാൽ മതി കാണാൻ. അച്ഛമാമ നോക്കുമ്പോ കാണുന്ന കുരങ്ങനെന്ന് കരുതി എല്ലാവരും നോക്കുമ്പോ കാണുന്ന കുരങ്ങനായിരിക്കണം എന്നില്ല. ഞാൻ നോക്കുമ്പോ കണ്ടത് നല്ല സിംഹത്തെയാണ്. സിംഹത്തെ കണ്ടു സാറേ. അത് ശരിയായിരിക്കും. അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും. പാലക്കാട് നിന്ന് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത്. പിന്നെ ചോദിക്കാം. അതായത് ഇദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ പിണറായിരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? ഓക്കെ, താങ്കൾ പാർട്ടി ഓഫീസിൽ ചെല്ലുന്നു, അവിടെ പിണറായിരിക്കുന്നു. താങ്കൾ എന്ത് ചെയ്യും? മനുഷ്യന് മനസ്സിലാക്കാവുന്ന ചോദ്യം ചോദിക്കാം, മനസ്സിലാകുന്ന രീതി ചോദിക്കാം. ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഒരു സിംഹം ഇരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? അതെ, താങ്കൾ ഒരു കാട്ടിൽ ചെല്ലുന്നു, അവിടെ സിംഹം നിൽക്കുന്നു. താങ്കൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല. എല്ലാം സിംഹം ചെയ്തോളും. പൊറോട്ട കീറുന്ന പോലെ കീറിത്തരും. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ സാർ, ഈ രാഷ്ട്രീയക്കാർ പൊതുവെ കലാകാരന്മാരല്ലെന്നൊരു അഭിപ്രായം അസൂയക്കാര് പറഞ്ഞുകൊണ്ട് പറയാണോ? ഞാൻ അസലായിട്ട് പാട്ട് പാടും. താങ്കൾ പാട്ട് പാടും? നമ്മുടെ തൊമ്മൻചാണ്ടി സാർ പാട്ട് പാടും. ഓക്കെ, ഏത് പാട്ടാണ് താങ്കൾ പാടാൻ പോകും? എന്റെ മനസ്സില് ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ പരിവേഷമാണ്. നമ്മുടെ അജുമാമൻ. അതെ, ആ ഒരു ഭഗവാനോട് ഒരു ഭൃത്യന്റെ യാചന, അവന്റെ സംശയമാണ് ഈ പാട്ടിലൂടെ ഉരുത്തിരിയുന്നത്. ഓക്കെ, എന്നാൽ ആ പാട്ടൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം. ഓക്കെ, താങ്കൾ പാടി. ഇങ്ങനെ ഒന്ന് ശ്രീകൃഷ്ണ ഭവൻ നിന്നോളൂ, ധൈര്യമായിട്ട് നിന്നോളൂ. ചെയ്യാത്ത കുഴപ്പമുള്ളൂ. അപ്പോഴേക്കും ഭഗവാൻ. ഓക്കെ, മ്യൂസിക് ഇട്ടു അത് ഒടിച്ചെടുക്കും. ഓക്കെ, മ്യൂസിക് ഇട്ടോളൂ. ഓക്കെ, വെരി ഗുഡ്. അയ്യോ എന്ത് പറ്റി സാറേ? സാധാരണ കുറെ നാളെ ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ മാമനു കറുപ്പു നിറം, എന്റെ മാമനു കറുപ്പു നിറം, എന്റെ മുഖ്യനിത്ര കറുപ്പു നിറം, മൂന്നാറിൽ കറങ്ങിയതിനാലോ പെരിയാറിൽ കുളിച്ചതിനാലോ അച്ചുമാമേ ചൊല്ലു നിൻ
സ്വന്തം പാർട്ടിക്കാർ കരുതേച്ചതാണോ എന്തേ മാമനു കറുപ്പു നിറം? പാട്ട് ഓക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കറുപ്പ് നിറം കൂടിപ്പോയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. കാരണം കറുപ്പിന് 7 എന്നാ പറയുന്നത്. ബാക്കി 93 വെളുപ്പിന. ഓക്കെ ഷാരെ, അതേ ഒരു പാട്ട് പാടിക്കാൻ നമ്മൾ തോറ്റു കൊടുക്കാൻ പിന്നോട്ട് പോരുത്. ഒരു കാച്ച് പിന്നെ ഞാൻ കറുത്തു പോയതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്നെ കുറിച്ച് പാടാൻ എന്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്നെ കുറിച്ച് പാടാൻ പിടിച്ചോ. ഓക്കെ, നമ്മുടെ അച്ഛൻ പാട്ട് പാടാൻ വന്ന് കേക്കട്ടെ. പൈനാപ്പിൾ സുന്ദരനല്ല, ഇതുപോലെ ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. പൈനാപ്പിൾ സുന്ദരനല്ല, ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. എല്ലാം വെട്ടി നിരത്തി ഭരണത്തിൽ കയറിയ ജഗവനാണ്. പാർട്ടി പറയണ കേട്ടി നടക്കണ സോദരനാണ്. പിണറായിയുമായി പിണങ്ങി നടക്കണ ഒന്നാമനാണ്. ചുമ്മാ മണ്ണു പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ്. കലക്കി സാറേ, ഇനി എന്തെങ്കിലും കലാവാസന താങ്കൾ ഒളിഞ്ഞെടുപ്പെട്ടു? പിന്നെ ഞാൻ അടിപൊളി മിമിക്രി താരമല്ലേ. മിമിക്രി പറയോ? ഓക്കെ, എന്താണ് താങ്കൾ പറയാൻ പോകുന്നത്? മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. സിനിമാ താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ. ആരുടെ ശബ്ദമാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഭരത് മമ്മൂട്ടി. സാറേ കളിയാക്കണ്ട, ഈ മമ്മൂട്ടി അനുകരിക്കാൻ പ്രത്യേക കാരണമൊന്നുമില്ലണ്ട് സാറേ? പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ലാൽ സലാം ലാൽ സലാം എന്നിങ്ങനെ പറയാതെ ലാൽ സലാം ലാൽ സലാം എന്തായാലും കണ്ടുകളെ നമ്മുടെ അച്ചുമാമ ആകെ മമ്മൂട്ടി അനുകരിക്കാൻ പോകുന്നു. കണ്ടുകളെ എന്തായാലും സാറേ ആക്ഷൻ ഒക്കെ എടുക്കേണ്ടത് പോലെ. സൂപ്പർ ആക്ഷൻ മമ്മൂട്ടിയാണെന്ന് തോന്നുള്ളൂ കണ്ടാലേ. വെരി ഗുഡ് സാറേ. അയ്യോ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ബസ് പോകും. ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും. പാലാരി വട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കയറിയവൻ ചന്തു. സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന ഓവർ സ്മാർട്ടായവൻ ചന്തു. ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി. മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ. സൂപ്പർ ആയിട്ടുണ്ട് സാറേ, സൂപ്പർ സൂപ്പർ. ഈ താങ്കൾക്ക് എന്തെങ്കിലും അനുകരിക്കാൻ പറ്റും? എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ആരാണ്? ശിവാജി. ശിവാജി ഒരു പഴയ നടനല്ലേ? അതല്ലടോ, ശിവാജിയായിട്ട് അഭിനയിച്ച രജനികാന്ത്. രജനികാന്ത് ഓക്കെ, നമ്മുടെ തൊമ്മഞ്ഞാടി സാർ രജനികാന്തിന് അനുസരമാക്കുന്ന കണ്ടുകളെ നമുക്ക് എന്തെങ്കിലും കണ്ടേ. സൂപ്പർ ആക്ഷൻ. എന്താടോ അതൊരു എഫക്ട് കൊടുത്തതാ. என் பேர் மஞ்சள். இருக்கிற ஒரு பேருக்கு சாண்டி. இந்த சாண்டியோட தர்ம சொன்னா 100 ദിവസത്തിനുള്ളിൽ അത് നടത്തി കൊടുക്കും. അതാണ് ചാണ്ടി. ഓക്കെ സാർ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ വക ഒരു കുസൃ ചോദ്യമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട. താങ്കൾ സാറോടെ പുതുപ്പള്ളി കണ്ടവൻ പള്ളി വേണ്ട. പള്ളി കണ്ട ഒരു കുസൃ താങ്കൾ ചോദിക്കാം. കൊയിലാണ്ടി കണ്ടവനെ മാത്രം ബാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് പ്രശ്നമാക്കണ്ട. താങ്കൾ ഒരു നല്ല ചോദ്യം ചോദിക്കാം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഡീസന്റ് ആയിട്ടുള്ള ചോദ്യം. അതെ, ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും? അയ്യോ ചുണ്ടും ചുണ്ടും ചേർന്നാൽ എല്ലാവരും ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അതല്ല, ചുണ്ടും ചുണ്ടും ചേർന്നാൽ വായടയും. അയ്യോ ശരിയല്ലോ സാർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കൊച്ചു കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്, അവരോട് ചോദിക്കാൻ പറ്റിയ ഒരു കുസൃതി ചോദ്യം. ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ചോദ്യം. ഓക്കെ ഓക്കെ, അണ്ണാന്റെ അതാണ് നമുക്ക് വേണ്ടത്. അണ്ണാന്റെ ചോദ്യം ചോദിക്കും. അതെ, അണ്ണാന്റെ കയ്യിൽ നിന്ന്
ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത്? ഉത്തരം പറയും താങ്കളാണ്. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ. അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത്? ഉത്തരവില്ലേ? നാണമില്ലടോ ചാണ്ടി ഇത്തരം വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ. കാര്യം അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അതേതെന്ന് ഈ പറവൂർ നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കും അറിയാം സാറേ. പക്ഷേ പറവൂരുള്ള ഈ സമ്പന്നമായ സദസ്സിന്റെ മുമ്പിൽ വെച്ച് അതിനെ കുറിച്ച് പരസ്യമായി ഞാൻ പറയില്ല. അതെ എന്ത് പറയുന്നു? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തരുത്. ഞാൻ കൊഞ്ഞനം കുത്തി കാണിച്ചതല്ല, എന്റെ മുഖം സ്വതവേ അങ്ങനെയാണ് സാറേ. ഓക്കെ, എന്തായാലും അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ, മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചുവട്ടിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. എന്റെ ചുവട്ടിൽ? അയ്യേ, ഞാൻ പോയി പറയണോ സാറേ? അദ്ദേഹം പറഞ്ഞത് അയ്യേ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയാണ്. മാങ്ങാണ്ടിയായിരുന്നു ഞാൻ വിചാരിച്ചു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ഒന്ന് പറയും, ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും. ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ല. ഗുഡ് ബൈ. Ready? 1, 2, 1, 2, 3, start. ആദ്യ ഗാനം സലീംകുമാർ പാടും. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജ് മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജ് മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനേ വിളിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു മുൻപിൽ നൽകൂലേ. അഴകോലും പെൺമൈനേ വിളിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു മുൻപിൽ നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജ് മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഉമ്മത്തി ബറി രാത് ഹേ, സോണി കുടിയോं की भी साथ है, वो जीने का ले ले मजा, वो डरने की क्या बात है. ना 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 रे ना रे ना रे ना 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 रे ना रे ना 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 रे ना रे ना रे ना 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 रे ना रे ना. नाल रहोगे ते ऐसी करोगे, जिंदगी से सारे मजे ऐसी करोगे. सतन नाल रहोगे ते ऐसी करोगे, जिंदगी से सारे मजे ऐसी करोगे. सत्य नाल सत्य नाल सत्य नाल सत्य नाल. Yeah man. அவர்